പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി, അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ്. ചിത്രങ്ങളെ വരയ്ക്കുന്നവരെ എനിക്ക് പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അത് വരയ്ക്കാനോട്ട് അറിയത്തുമില്ല. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കാക്കേനെ വരച്ച് അത് കൊക്കായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ഒരു സാഹസം സാധാരണ ചെയ്യാറില്ല. ഇപ്പൊ ബോർഡിലാണെങ്കിൽ ഒരു സംഭവം വരച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ചിത്രമായി വരയ്ക്കാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ ദിവസങ്ങളെടുത്ത് അദ്ദേഹം ആ ചിത്രരചന പൂർത്തിയാക്കി. ആ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ, ആ ക്യാൻവാസിൽ ആ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ വളരെ അഭിമാനത്തോടുകൂടെ അതിന്റെ മുൻപിൽ കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നീ നന്നായി വരച്ചു. അപ്പൊ അദ്ദേഹത്തിന് തന്നെ തോന്നി, ഇത് പറയേണ്ടത് ഞാനല്ലല്ലോ, ഈ ചിത്രത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മറ്റുള്ളവരാണല്ലോ. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഓക്കെ, ഈ ചിത്രം കൊണ്ട് അദ്ദേഹം ആയിരിക്കുന്ന ടൗണിൽ, ആ ജംഗ്ഷനിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചു. ഒരു വലിയ ക്യാൻവാസിൽ ലോകത്തിന് ഈ ചിത്രം പ്രദർശിപ്പിച്ചു. അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു അടിക്കുറിപ്പ് എഴുതി വെച്ചു. അതിങ്ങനെയായിരുന്നു: ഈ ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. ഈ ചിത്രത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്കായി വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്ത് കുറവാണോ ആ കുറവ് നികത്തുന്നതിനെ കുറിച്ച് തിരുത്തി അത് എഴുതി വെക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചിത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു. വൈകുന്നേരം ആകാംക്ഷയോടെ അദ്ദേഹം തിരിച്ചു എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം എന്താണെന്ന് പുള്ളിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ആ വഴിയിലൂടെ പോയ എല്ലാവരും എന്ത് ചെയ്തു? കറക്ഷൻസ് എഴുതി വെച്ചു. ഇതിന്റെ കണ്ണിങ്ങനെയായിരിക്കണം, ഇതിന്റെ ഇവിടെ നിന്ന് മാറ്റം വേണം, ഇങ്ങനെ പറഞ്ഞ് തുടരെ, അതായത് ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കറക്ഷൻസ് ഇങ്ങനെ എഴുതി വെച്ചു. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. കാരണം ആത്മാർത്ഥമായി ദിവസങ്ങളോളം എടുത്ത് ഊണും ഉറക്കവും ഇല്ലാതെ വരച്ച ആ ചിത്രം നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ആ ചിത്രം ഒന്നിനും ഉപകരിക്കത്തില്ല, ഒരു വഴിക്ക് കൊള്ളത്തില്ല. നശിപ്പിക്കാനല്ലാതെ, കത്തിക്കാനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വണ്ണം അത്രത്തോളം നശിച്ച് ആ ചിത്രം ഇങ്ങനെ നിൽക്കുക. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. അദ്ദേഹം ആ ചിത്രം എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു. സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് ചോദിച്ചു, എന്തു പറ്റി, എന്താ അതിന്റെ പ്രശ്നം, എന്താ നീ കരയുന്നത്? അവൻ ഈ ചിത്രം കാണിച്ചു കൊടുത്തു. ഞാൻ ഈ ജനത്തോട് പറഞ്ഞു, ഇതിനൊരു കറക്ഷൻ വല്ലതുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചെറിയ കറക്ഷൻ അടിയിൽ വല്ല അടിക്കുറിപ്പുമായിട്ട് ആരെങ്കിലും എഴുതി വെക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ വരച്ച ചിത്രം അപ്പാടെ മോശമാണെന്നും അത് മുഴുവൻ തിരുത്തണമെന്നും ജനം മുഴുവൻ പറഞ്ഞു. ഒരുപാട് കറക്ഷൻ, മാത്രമല്ല എന്റെ ചിത്രം നശിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഒരു കാര്യം ചെയ്യ്, നീ വീണ്ടും ഒരിക്കൽ കൂടി ആ ചിത്രം വരയ്ക്കുക. ഒരു പ്രാവശ്യം കൂടി എന്താണോ നീ മുൻപ് വരച്ചത് അതേ കാര്യം തന്നെ വരയ്ക്കുക. ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്താണോ ആദ്യം വരച്ചത് അത് അങ്ങനെ തന്നെ വരയ്ക്കുക. കണ്ണിന്റെ ഇമ പോലും മാറരുത്, എല്ലാം അങ്ങനെ തന്നെ വരയ്ക്കുക. അതേ ടൗണിൽ അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിന്റെ അടിയിൽ നീ ഇങ്ങനെ അടിക്കുറിപ്പ് എഴുതുക: ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വരയ്ക്കുക. എന്താ ചെയ്യണ്ടേ? ആദ്യം എഴുതിയത് എന്തായിരുന്നു? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അത് ചെറുതായിട്ടും തിരുത്തുക. ഇങ്ങനെ എഴുതി വെക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മാറ്റി വരയ്ക്കുക. ഇത് മാത്രം എഴുതി വെക്കുക. അദ്ദേഹം വളരെ ആകാംക്ഷയോടെ ഇത് ചെയ്തു. അന്ന് രാവിലെ ആ ചിത്രം അവിടെ കൊണ്ടുവന്ന് വെച്ചു. പുള്ളി ഒരു സൈഡിൽ ഇങ്ങനെ മറന്നിരുന്നു, ആരെങ്കിലും വന്ന് മാറ്റി വരയ്ക്കുന്നുണ്ടോ. കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. ഉച്ചയായി, വൈകുന്നേരമായി. അദ്ദേഹം പോയി നോക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും ആ ചിത്രത്തിൽ തൊട്ടിട്ട് പോലുമില്ല. ഒരാൾ പോലും ആ ചിത്രത്തിന്മേ ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. വരയ്ക്കാനുള്ള പെയിന്റും ബ്രഷും എല്ലാ കാര്യങ്ങളും താഴെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും അതിനെ തൊട്ടില്ല. കാരണം എന്തായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവൻ അതിന്മേ തൊടത്തില്ല. അഭിപ്രായം പറയാൻ 1000 പേരുണ്ടോ അല്ലെ? നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, അല്ലേ? നീ അങ്ങനെ പോകണം, നീ ഇങ്ങനെ ആയിരിക്കണം, നീ ഇത് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്, ഇങ്ങനെ അഭിപ്രായം പറയാൻ 1000-ഓ 10,000-ഓ പേരുണ്ടോ ഉപദേശിക്കാൻ, അല്ലെ? ഇന്ന് വരെ ഉപദേശം കേട്ട് മരവിച്ചവരാ നമ്മൾ. പക്ഷെ അത് എങ്ങനെ ആയിരിക്കണം, എന്ത് ചെയ്യണമെന്ന് നമ്മളെ കാണിച്ചു തരാൻ ആരും ഉണ്ടാവില്ല. ശരിയല്ലേ? അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പൊ ടീച്ചറായാലും
അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നവരാണെങ്കിലും എല്ലാവരും നമ്മളെ അഭിപ്രായം പറയും. എടാ ഇതിങ്ങനെ ചെയ്യും, അതെന്നാ ഒന്ന് കാണിച്ചു തന്നെ സാറേ എന്ന് പറഞ്ഞാൽ, അല്ല അത് ഞാൻ പണ്ട് ചെയ്തതല്ലേ, ഇപ്പൊ ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറയും. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരിക്കും സാറ് പറയും കാലിങ്ങനെ ഉയർത്തി ഇതിന്റെ മുകളിൽ അടിക്കണം എന്ന് പറയും. ആ ഓക്കെ, നമ്മൾ അടിച്ചു പോകുമ്പോ എന്ത് ചെയ്ത് ഇവിടം വരെ വന്നുള്ളൂ, ഇതിങ്ങോട്ട് പൊന്തുന്നില്ല. അപ്പൊ സാറോട് പറയും സാറേ ഒന്ന് അടിച്ച് കാണിച്ചു തന്നെ. എടാ അതെന്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ അടിക്കുമായിരുന്നു, ഇപ്പൊ പറ്റത്തില്ല. ഇത് പറഞ്ഞ പുള്ളി ഒഴിഞ്ഞു പോകാം. എല്ലാവരും നമ്മളെ അഭിപ്രായം പറയും. പക്ഷേ അഭിപ്രായം പറയാനല്ലാതെ അത് ചെയ്ത് കാണിച്ചു തരാൻ വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ, വളരെ തുച്ഛമായിട്ട് ആളെ ഉണ്ടാവുള്ളൂ. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ നമ്മളെ തിരുത്താൻ പറ്റുന്നുള്ളൂ യഥാർത്ഥമായ രീതിയിൽ, അല്ലേ? ശരിയല്ലേ? മനുഷ്യന് പല കാര്യം പറഞ്ഞു തരും, വേണമെങ്കിൽ നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. പക്ഷേ ദൈവമാണ് നമ്മളെ വരച്ചവൻ. എങ്ങനെയായിരിക്കണം ഡെസ്റ്റിൻ എന്ന വ്യക്തി, എങ്ങനെയായിരിക്കണം ആദർശം എന്ന വ്യക്തി, എങ്ങനെയായിരിക്കണം നാം ഓരോരുത്തരും എന്ന് ദൈവമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതിലെ കുറവുകൾ നികത്താൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനെ പൂർണ്ണമായി നികത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ നീ എപ്പോ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവോ ദൈവം നമ്മെ തിരുത്തി തുടങ്ങും. ഇത് കുറവാണ്, ഇതിങ്ങനെയാകണം, ഇതിങ്ങനെ ചെയ്യണം. അത് ദൈവം നമ്മളെ കാണിച്ചു തരും. കൃത്യമായ ദൈവം അത് വരച്ചു വെച്ചത്. ദൈവം ഇങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ പേരാണ് ആദം. ദൈവം അവനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് അവനെ രൂപപ്പെടുത്തി. അവനായിരിക്കേണ്ട ഷേപ്പ്, അവന്റെ കണ്ണ് എങ്ങനെയായിരിക്കണം, അവന്റെ കൈ എങ്ങനെയായിരിക്കണം, അവന്റെ കാൽ എങ്ങനെയായിരിക്കണം, അവന്റെ സ്വഭാവം, പ്രവൃത്തി, ജീവിത രീതി, എല്ലാ കാര്യങ്ങളെ കുറിച്ചും ദൈവം അവനെ പഠിപ്പിച്ചു. ദൈവം അവനെ വളർത്തി, അവനെ നിർത്തി. ദൈവം അവന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ചെയ്തു കൊടുത്തു. പക്ഷേ അങ്ങനെ നിന്നവന്റെ മുൻപിൽ സാത്താൻ വന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി. അതുകൊണ്ട് ഞാൻ പറയുന്ന ഭക്ഷണം നീ കഴിച്ചു കൊള്ളുക, ഞാൻ പറയുന്ന വൃക്ഷത്തിന് നീ അതിന്റെ പഴവും ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സാത്താൻ ഒരു പ്രബോധനം കൊടുത്തു. എന്ത് സംഭവിച്ചു? അവൻ പാപം ചെയ്തു, അവൻ ദൈവസന്നിധിയിൽ നിന്നും വീഴ്ത്തപ്പെട്ടു എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മളെല്ലാം നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണല്ലോ, അല്ലേ? ഇറച്ചി ഇഷ്ടമാണോ? എനിക്ക് തിരുവനന്തപുരത്തുകാരാണെങ്കിൽ മീനായിരിക്കും കൂടുതൽ ഇഷ്ടം, അല്ലേ? മത്സ്യം. നിങ്ങൾക്ക് സാധാരണ നല്ല മത്സ്യം കിട്ടും. ഞങ്ങൾക്ക് കിട്ടുന്ന മത്സ്യമാണെങ്കിൽ മറ്റേ സിനിമയിൽ പറയുന്നോട്ട് രതീഷ് എഴുന്നേൽക്കൂ, ഇങ്ങനെ ഉറങ്ങിയാലോ, എഴുന്നേൽക്കൂ എന്ന് പറയുന്ന പോലെയാണ്. 4-5 ദിവസം മറ്റേ ഐസി കിടന്ന് ഉറങ്ങിയിട്ടായിരിക്കും ഞങ്ങളുടെ അടുത്തേക്ക് അയിലയും ചാളയൊക്കെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ചാളയോട് പറയും, ചാളെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് വേണം ഇതിനൊന്ന് നന്നാക്കി എടുത്ത് കഴിക്കാൻ. നിങ്ങൾക്ക് അങ്ങനെയാണോ? അല്ല, നീണ്ടകരയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കൊല്ലം ഭാഗം തുടങ്ങി ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ നല്ല അടിപൊളി മീൻ, അല്ലേ? നല്ല പള്ളത്തൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന മീനൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, സത്യത്തിൽ ഇതാണ് മീൻ. ഞങ്ങളുടെ അവിടെ വരുന്നത് ഡെഡ് ബോഡി, ചീഞ്ഞ് അളിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ ശരീരമാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. മറ്റേ ഫോർമാലിനൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നല്ല മീനൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. അപ്പൊ മീനൊക്കെ നന്നായിട്ട് കഴിക്കും, അല്ലേ? മത്സ്യം, മാംസാദികൾ എല്ലാം കഴിക്കുന്നവരല്ലേ? എല്ലാം നന്നായിട്ട് കഴിക്കുന്നവരാ. ദൈവം നമുക്ക് നൽകിയ ആഹാര ശൃംഖല എങ്ങനെയായിരുന്നു? ദൈവം മനുഷ്യൻ നൽകിയ ആഹാര രീതി എന്തായിരുന്നു? എല്ലാം കഴിക്കാം, അല്ലെ? കുളമ്പുള്ളത്, കുളമ്പില്ലാത്തത്, 2 കാലിൽ നടക്കുന്നത്, അയവറക്കുന്നത്, അയവറക്കാത്തത്, ഇങ്ങനെയൊക്കെ കഴിക്കാമല്ലോ, അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 21-ാം അധ്യായം 29 മുതൽ വാക്യം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 29 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുക. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. എന്താണ് തന്നത്? കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ആഹാരമായിട്ട് തന്നത്? ധാന്യങ്ങൾ വിളയുന്ന ചെടികൾ, അതിന്റെ ധാന്യം, അതുപോലെ പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ. നമ്മളിപ്പോ എന്താ കഴിക്കുന്നേ? നമ്മളെന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ചിക്കൻ, മട്ടൻ. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ അംഗൻവാടിക്കാരാണെങ്കിൽ കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഞങ്ങളുടെ പന്നി, പോർക്ക് എന്നൊക്കെ പറയുന്ന എല്ലാ സംഭവവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും കഴിക്കേണ്ടെന്നല്ല കേട്ടോ. ഞാനും കഴിക്കും, ഇന്നലെയും കഴിച്ചോളൂ. അതിൻ്റെ ഒരു അസ്ഥിത എപ്പോഴും ഉണ്ട്, കുഴപ്പമില്ല, ശരിയാവും. നാളെ കഴിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഈ വചനം പറഞ്ഞിട്ട് ഞാൻ കൂടി കഴിക്കും. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോ ആദത്തിന് കൊടുത്ത ഒരു ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്, ദൈവവചനം പറയുകയാണ്, ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങളും
കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നു. അത് മനുഷ്യന് മാത്രമല്ല, മൃഗത്തിനും, ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും, ജീവശ്വാസമുള്ള ബ്രീത്തിങ് എടുക്കുന്ന എല്ലാത്തിനും, സകലത്തിനും, ജീവശ്വാസമുള്ള എല്ലാ ജീവികൾക്കും ഞാൻ എന്ത് ചെയ്യുന്നു? ഹരിത സസ്യങ്ങൾ ആഹാരമായി ഞാൻ നൽകുന്നു. മറ്റൊന്നും തന്നിട്ടില്ല. ഇതാണ് ദൈവം നമുക്ക് തന്നത്. നമ്മൾ എപ്പോഴാണ് ഈ ആടിനെയും പശുവിനെയും മാടിനെയും ഒക്കെ കൊന്നു തിന്നാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ ആ പാപമാണ് അവനെ എവിടേക്ക് നയിച്ചത്? കൊലപാതകത്തിലേക്ക് നയിച്ചത്. സകലത്തിനെയും നശിപ്പിക്കുക, സകലത്തിനെയും തകർക്കുക. എന്നാൽ അതേ ദൈവം തന്നെ നമ്മളോട് പറഞ്ഞു, പാപ പരിഹാരമായി രക്തം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് രക്തം ദൈവസന്നിധിയിൽ പാപ പരിഹാരത്തിനായി ബലിയർപ്പിക്കുക. അതിനല്ലേ കാളക്കിടാവിനെയല്ലേ ബലിയർപ്പിക്കാൻ പറഞ്ഞു, ആടുമാടുകളല്ലേ ബലിയർപ്പിക്കാൻ പറഞ്ഞു, ചെങ്ങാലികളല്ലേ ബലിയർപ്പിക്കാൻ പറഞ്ഞു. ധാന്യബലികളുണ്ട്. പക്ഷെ പാപ പരിഹാര ബലിയായി ദൈവം പറഞ്ഞത് എന്തായിരുന്നു? മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ ജീവശ്വാസമുള്ള എന്തിന്റെയെങ്കിലും ശരീരമാണ്. അതും ഊനമറ്റതായിരിക്കണം. ഒന്നുകിൽ ആട്, അല്ലെങ്കിൽ കാള, അതല്ലെങ്കിൽ ചെങ്ങാലികൾ. ഇതൊക്കെയാണ് പാപപരിഹാരത്തിന്. എന്നാൽ ധാന്യബലി അവിടെ കാണാൻ പറ്റും അല്ലെ? ധാന്യബലിയുണ്ട്. നമുക്ക് കിട്ടുന്ന ഭക്ഷ്യ ആ കാര്യങ്ങളുടെ ബലികൾ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആദം മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കായേനും ആബേലിന്റെയും ബലി നോക്കിക്കഴിഞ്ഞാൽ, ആബേല് ആട്ടിൻകുട്ടികളെ ബലി അർപ്പിക്കുന്നത്, കായനാകട്ടെ പച്ചക്കറിയാണ് അർപ്പിക്കുന്നത് അല്ലെ? കായൻ പച്ചക്കറി അർപ്പിക്കുന്നത്. പുള്ളി മാന്യനായിരുന്നു. യഥാർത്ഥത്തിൽ പുള്ളിയായിരുന്നു മാന്യൻ. പക്ഷെ കായനാണ് ആബേലിനെ കൊന്നത് എന്നുള്ളൊരു മാന്യമല്ലാത്തൊരു പ്രവൃത്തി നമുക്കവിടെ കാണാൻ പറ്റും. പാപം ചെയ്തു കഴിഞ്ഞപ്പോ ദൈവം മനുഷ്യനോട് പറയുകയാണ്, പാപപരിഹാരത്തിനായി ഈ രക്തം അല്ലെങ്കിൽ ഈ പറയുന്ന ജീവനുള്ള വസ്തുക്കളെ ബലിയർപ്പിക്കും. എന്നാൽ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവജനത്തിന് ദൈവം ആഹാരമായി നൽകിയിരുന്നതാകട്ടെ വെജിറ്റേറിയൻ ആയിരുന്നു. ഈ പറയുന്ന ഹരിത സസ്യങ്ങളും ഇങ്ങനെയുള്ള വൃക്ഷങ്ങളും അതിന്റെ പഴങ്ങളും ഒക്കെ ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദം ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോ ആദം സന്തോഷവാനായിരുന്നു? വളരെ സന്തോഷവാനായിരുന്നു. ആദം ദൈവത്തിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു അവസ്ഥ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്നും മാറി. അതായത് എല്ലാ ദിവസവും സായാഹ്നമാകുമ്പോ, വെയിലാറുമ്പോ ആര് വരും? ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വരും. എന്നാണ് വിശേഷം? അപ്പൊ ആദം പറയും, ഒന്നും പറയണ്ട കർത്താവേ, ഇന്ന് ആ മറ്റേ പിഷോൺ നദി ഉണ്ടല്ലോ, ആ നദിയുടെ തീരത്തെ കൂടെ ഞാൻ ഓളുകൂടി നടന്നുപോയി. അതിന്റെ തീരത്തെ പഴങ്ങൾ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഇന്നലത്തെ കാര്യം ഒന്നും പറയണ്ട, വെറും പുളിയുള്ള കുറെ സാധനങ്ങളായിരുന്നു. പക്ഷെ ഈ പഴം ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിരുന്നു. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ ഗിഹോൺ നദി ഉണ്ടല്ലോ അതിന്റെ തീരത്ത് നീ ഒരു 3 മൈൽ നടക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു ചുമന്ന കളറിലുള്ള ഒരു പഴമുണ്ട്. മുള്ളുകളൊക്കെയാണ്. കാണുമ്പോൾ നീ വിചാരിക്കും നമ്മുടെ കൊറോണ പഴമില്ലേ, ഏത് റംബൂട്ടാൻ, നീ പുറമേന്ന് കാണുമ്പോ അത് മുള്ളുള്ളതാണ്, അത് നല്ലതല്ല എന്ന് നീ വിചാരിക്കും. പക്ഷേ നീ അതൊന്ന് പറിച്ച് കഴിച്ചു നോക്ക്, പുളിയുണ്ട്, കുറച്ച് മധുരമുണ്ട്, നല്ലതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാ ദിവസവും സായാഹ്നത്തില് ആദവും ഹവ്വയും ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, വെയിലറിയപ്പോ ദൈവം പതിവ് പോലെ ഏദൻ തോട്ടത്തിൽ ഉലാത്താൻ വന്നപ്പോ ആദവും ഹവ്വയും എന്ത് ചെയ്തു എന്ന് പറയുന്നേ? ഒളിച്ചിരുന്നു. കാരണം എന്തുവാ? പാപം അവനെ ദൈവത്തിൽ നിന്നും അകറ്റി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവനെ വേർപെടുത്തി. ദൈവത്തെ മറഞ്ഞിരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുമെന്ന് കരുതി ആദം പോലും ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് അവനെ പുറത്താക്കി. നമുക്ക് കഥയൊക്കെ അറിയാവുന്നതാ. ആദത്തെ പുറത്താക്കി, ഹവ്വയെ പുറത്താക്കി. ഇതിന് ശേഷം ഭീകരമായ അന്ധകാരം അവന്റെ മേൽ നിറഞ്ഞു. ആദത്തിന് ദൈവവുമായിട്ടുള്ള കണക്ഷൻ കട്ടായി, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഈ അംഗനവാടിയിലൊക്കെ പിള്ളേരൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് എങ്ങനെയാ? സാധാരണ എങ്ങനെയാ കൊണ്ടുപോവാ? നമ്മൾ മൊയിലിനെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ ചെവിയിൽ പിടിച്ചിട്ട് ഈ സാധനത്തിനെ കൊണ്ടുപോയി അംഗനവാടി ടീച്ചറിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോരുമ്പോൾ ഇതിങ്ങനെ കിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായ തുറന്നു കഴിഞ്ഞാൽ തിരിച്ച് 3 മണിക്ക് കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ ഈ വായ ഒന്ന് അടയുന്നത്. എൻ്റെ വീടിന് തൊട്ടടുത്തൊരു അംഗനവാടി ഉണ്ട്. പുതിയതായിട്ട് പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏതോ ഒരു പുതിയ കുരിപ്പ് അവിടെ വന്നിട്ടുണ്ട്. കാരണം അത് കാലത്തൊടങ്ങി വൈകുന്നേരം വരെ ആ വായ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരിക്കും. വൈകുന്നേരം 3 മണിയാകുമ്പോൾ ആ വായ അടയത്തുള്ളൂ. ആദ്യത്തെ 2 ദിവസം ഈ അലാറം ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും, കുഴപ്പമില്ല, ശീലമായിക്കോളും. പിന്നെ ശരിയായി. അപ്പൊ മനസ്സിലായി, ഓക്കെ, ആ പുതിയ കൊച്ചു വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. വീണ്ടും ഏതെങ്കിലും ഒരെണ്ണം പുതിയത് വരും. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാവും
വേറെ ഒരെണ്ണം പുതിയത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുവരെ അവന് കിട്ടിയ ഒരു കംഫർട്ട് സോൺ എന്തായിരുന്നു? അവന്റെ അമ്മയായിരുന്നു, അല്ലെങ്കിൽ അവന്റെ അപ്പനായിരുന്നു. ആ അമ്മയിൽ നിന്നും അല്ലെങ്കിൽ അപ്പനിൽ നിന്നും അവൻ വേർപെട്ട് കഴിഞ്ഞപ്പോ അവന് പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കുഞ്ഞ് ആദ്യം ചെയ്യുന്നത് എന്തുവാ? കരയും. ഇനി കരഞ്ഞില്ലെങ്കിൽ നമ്മുടെ നേഴ്സുമാർ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ സാധനത്തിന് എൻ്റെ ഭാര്യ ലേബർ റൂമിൽ കുറെ കാലം വർക്ക് ചെയ്തതുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചു കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, ഇത് കരഞ്ഞില്ല എന്ന് വെച്ചോ, കരഞ്ഞില്ലെങ്കിൽ ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാലയിൽ ഇങ്ങനെ തൂക്കി പിടിക്കും, കൊച്ചിന്റെ കാലിൽ ഇങ്ങനെ തൂക്കി പിടിക്കും, എന്നിട്ട് വയറ്റിലോ പുറത്തോട്ട് പതിയെ കൊട്ടിക്കൊടുക്കും. കാരണം ഇത് ചിലപ്പോ ഈ വയറ്റിൽ ഈ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ഇതിന്റെ വായിലിരിക്കുന്നുണ്ടാവും, ഇത് കഴിച്ചിട്ടുണ്ടാകാം. അതായത് വിസർജ്യ വസ്തുക്കളൊക്കെ പ്രസവത്തിന്റെ സമയമായിട്ടും ഇത് പുറത്തു വരാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് ഇതൊക്കെ കഴിക്കുമെന്ന് നമ്മളെ കാലൊക്കെ കഴിച്ചിട്ടുണ്ടാവും, അറിയില്ല. ഇപ്പൊക്കെ അറുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ എന്തായാലും കഴിച്ചോ എന്നുള്ളത് ഇനിയിപ്പോൾ അറിയില്ല, അമ്മോട് ചോദിച്ചാലും അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ കാലെ പിടിച്ച് ഇങ്ങനെ പൊട്ടും. ആരുടെ മുമ്പിലാ? സ്വന്തം പെറ്റ് നൊന്ത് പ്രസവിച്ച ആ അമ്മയുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ഇതിനെ കൊട്ടി അതിനെ കരയിപ്പിക്കും. കരഞ്ഞില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. അതുവരെ ഈ കുഞ്ഞപ്പ എന്തിനാ? സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും ഗർഭപാത്രത്തിൽ പുറത്തിറങ്ങി കരയും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കരയുന്നത്? എന്തായിരിക്കും കരയുന്നത്? അതിന്റെ കംഫർട്ട് സോൺ പുറത്തേക്ക് വന്നു. ആ ഗർഭപാത്രത്തിലായിരുന്നപ്പോ അതിന് നേരത്തിന് കൃത്യമായി ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. അമ്മ കഴിച്ചോ ഇല്ലയോ ഇതൊന്നും കൊച്ചു ചോദിക്കുന്നില്ല. അംബ്ലിക്കൽ കോഡിലൂടെ കിട്ടാവുന്ന സാധനം അതിന് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അമ്മ പട്ടിണിയാണോ, അമ്മയ്ക്ക് പ്രോട്ടീൻ കിട്ടിയോ, പാല് കിട്ടിയോ, ഇതൊന്നും കൊച്ചിനൊരു പ്രശ്നമല്ല. ആവശ്യത്തിന് ഇത് കൃത്യമായി വലിച്ചുകൊണ്ടിരിക്കും. ഈ കംഫർട്ട് സോണിൽ നിന്നും ഈ കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോ സ്വാഭാവികമായും ഇതിനുണ്ടാവുന്ന വികാരം ഒറ്റ വികാരമേ ഉള്ളൂ, കരച്ചിൽ എന്ന വികാരമാണ്. ഇത് തന്നെയാണ് ആദത്തിന്റെയും പ്രശ്നം. അതുവരെ ദൈവം എന്ന ഏറ്റവും കംഫർട്ട് സോണിൽ, ഏദൻ തോട്ടം എന്ന ദൈവം അവന് വേണ്ടി നിർമ്മിച്ച ആ തോട്ടത്തിൽ നിന്നും അവൻ പുറത്താക്കപ്പെട്ടു. ഭീകരമായ അന്ധകാരം അവന് ചുറ്റും വ്യാപരിച്ചു. അവന് ഉറക്കമില്ല, ഊണില്ല, അവന്റെ ഭാര്യയോട് അവന് സംസാരിക്കാൻ പറ്റുന്നില്ല, യാതൊരു വിധത്തിലും അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഹനോക്കിന്റെ പുസ്തകത്തില് ആദത്തിന്റെ ആ ദിവസങ്ങളെ കുറിച്ച് ദീർഘമായി ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൽ നിന്നും ഞാൻ എപ്പോൾ അകന്നോ അവിടെ മുതൽ എനിക്കും വരുന്ന പ്രശ്നം ഇത് തന്നെ. ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്നു, പ്രയറിൽ വന്നു, ദൈവത്തോട് ചേർന്നിരുന്നു, എന്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വന്നു, പഴയ വ്യക്തി എന്നിൽ നിന്ന് മാറിപ്പോയി, ഞാൻ ദൈവത്തിലായി. ഞാൻ ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, ഒരു മാസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, 2 മാസം പ്രാർത്ഥനയില്ല. സ്വാഭാവികമായും അവൻ ദൈവത്തിൽ നിന്നകന്നു, ദൈവിക സ്വഭാവത്തിൽ നിന്നകന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അവനിൽ നിന്ന് അകന്നു പോയി. പിന്നെ അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പേര് അപ്പോഴും പഴയ പ്രാർത്ഥനക്കാരനെന്നും ബ്രദർ എന്നും ഒക്കെ ആയിരിക്കും. പക്ഷേ അവനിപ്പോ നടക്കുന്നതും അവനെ നടത്തുന്നതും ആരായിരിക്കും? സാത്താനായിരിക്കും. കാരണം അവൻ ദൈവത്തിന്റെ ആ സോളിൽ നിന്നും അവൻ പുറത്തു ചാടി. ഇനി അവനെ നടത്തുന്ന ആത്മാവും വേറെ ആയിരിക്കും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 5-ാം അധ്യായം 6-ാം അധ്യായം 5-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതായത് അവൻ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോ മനുഷ്യന്റെ ചിന്തയും ഭാവനയും എല്ലാം നന്മ മാത്രമായിരുന്നു, യാതൊരു ദുഷ്ടതയും അവന്റെ ഉള്ളിലില്ല. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോ ആ പാപം അവനെ കീഴ്പ്പെടുത്തി, സാത്താൻ അവനെ കീഴ്പ്പെടുത്തി. ഇപ്പോൾ പാപത്തിന്റെ പിടിയിലാണ് ആരിയിരിക്കുന്നത്? മനുഷ്യരിരിക്കുന്നത്. ആ ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും വന്ന കായേനും ആബേലും, ആ കായേനിൽ നിന്ന് പിന്നീട് വന്ന സന്താനങ്ങൾ, ഇങ്ങനെ മനുഷ്യൻ പെരുകി വന്നു കഴിഞ്ഞപ്പോ നമുക്കറിയാം കായേൻ ആബേലിനെ കൊന്നുകൊണ്ടാണ് കളി തുടങ്ങുന്നത്. നമ്മുടെ സിനിമയുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കായേൻ ആബേലിനെ കൊന്നുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് കാണുന്ന ലാമേക്കിനെ നമുക്കറിയാം, അവൻ അതിലും വലിയ കൊലപാതകനായിട്ട് മാറുന്നു. പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാം സകല മനുഷ്യരും ഈ കൊലപാതകത്തിന്റെ സ്പിരിറ്റ് അവരിൽ അത്യധികം കടന്നു വന്നു. സ്നേഹമില്ല, ദുഷ്ടത മാത്രം, സാത്താന്റെ സ്വഭാവത്തിലേക്ക് ഇവർ ക്രമേണ നടന്നു വന്നു. അതാണ് ദൈവവചനം പറയുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും. നന്മയാണോ വർദ്ധിച്ചത്? അല്ല, ദുഷ്ടത. എങ്ങനത്തെ ദുഷ്ടത? അവന്റെ ഹൃദയം, അവന്റെ ചിന്ത, അവന്റെ ഭാവന എല്ലാം ദുഷ്ടതയാണ്. ദൈവവചനം വ്യക്തമായിട്ട് യേശു പറയുന്നുണ്ട്, ഹൃദയത്തിന്റെ നിറവിൽ നിന്നും അതരം സംസാരിക്കും. ഹൃദയത്തിൽ ദുഷ്ടതയാണെങ്കിൽ അവനിൽ നിന്ന് നന്മ വരുമോ? നന്മ നമ്മൾ പ്രതീക്ഷിക്കാമോ?
യാതൊരു വിധത്തിലും പ്രതീക്ഷിക്കരുത്. നമ്മൾ വിചാരിക്കും കാണുമ്പോൾ ഇവൻ ബ്രദറൊക്കെ ആയിരിക്കും, കാണുമ്പോൾ പ്രാർത്ഥനക്കാരനും സുവിശേഷകനും ഇതുണ്ടാവും, പേരിനുണ്ടാവും. പക്ഷെ അതരത്തിൽ നിന്ന് വരുന്ന സ്ഥാനത്തായിരിക്കും. കാരണം ഹൃദയത്തിൽ ദുഷ്ടതയാണെങ്കിൽ അതരത്തിൽ നിന്നും ദുഷ്ടത വരത്തുള്ളൂ. മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത നിറഞ്ഞു. അവൻ പാപത്തിലേക്ക്, തിന്മയിലേക്ക്, ദുഷ്ടത നിറഞ്ഞ ഒരു ഹൃദയമായി അല്ലെങ്കിൽ ചിന്തയായി മനുഷ്യനായി അവൻ മാറി. ദൈവം അന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം, ഈ ടാങ്ക് ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് കരുതി ദൈവം ഒരു കാര്യം ചെയ്തു. നോഹയോട് പറഞ്ഞു, നോഹ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, ഞാൻ എന്ത് ചെയ്യാം, ഈ ഭൂമിയെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുക, മൊത്തത്തിൽ ഒരു ക്ലീനിങ് നടത്താൻ പോവുക. കുറച്ച് സോപ്പൊക്കെ വാങ്ങി, ഒരു ബ്രഷൊക്കെ വാങ്ങി ദൈവം ഇതാ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഭർത്താവ് പറഞ്ഞു, നോഹ നീ ഒരു പെട്ടകം ഉണ്ടാക്കിക്കോ, ഞാനിത് മൊത്തത്തിൽ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവുക, ദുഷ്ടന്മാരെയൊക്കെ ഞാൻ നശിപ്പിക്കാൻ പോവുക, തകർക്കാൻ പോവുക, എന്നിട്ട് ഞാൻ നിന്നെ മാത്രം ഞാൻ സംരക്ഷിക്കാൻ പോവുകയാണ്. അങ്ങനെ നോഹയുടെ കാലത്ത് ഒരു വലിയ പ്രളയം ഉണ്ടായി, സകലത്തെയും നശിപ്പിച്ചു. നമുക്കറിയാം, എല്ലാവരെയും നശിപ്പിച്ച് ഈ ദുഷ്ടത നിറഞ്ഞ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു. നോഹയെയും അവന്റെ ഭവനത്തെയും മാത്രം ദൈവം എന്ത് ചെയ്തു, മാറ്റിയെടുത്തു. അതുകൊണ്ട് ദുഷ്ടത മാറിയോ? കാരണം അവൻ ജീവിക്കുന്ന ചുറ്റുപാട് ഇപ്പോഴും ഭൂമി തന്നെ. വല്ല മാറ്റമുണ്ടോ? സാത്താന്റെ അധികാരത്തിൽ നിൽക്കുന്ന ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ടൊരു വചനം പറഞ്ഞ്, ഈ ശരീരത്തിലായിരിക്കുന്നോറും കഷ്ടത എന്നെ വിട്ടു മാറത്തില്ലെന്ന് എനിക്കറിയാം, പ്രതികൂലം, പ്രലോഭനം എനിക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ശരീരത്തിൽ അഹങ്കാരം കൊണ്ട് ഞാൻ ഭ്രമിക്കാതിരിക്കാൻ ഒരു മുള്ള് എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നു. കാരണം ദൈവിക ജ്ഞാനത്തിൽ ഞാൻ നിറഞ്ഞ് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ഒരു ചെറിയ മുള്ള്. കാരണം ശരീരത്തിലായിരിക്കുമ്പോൾ ഇതെപ്പോ വേണമെങ്കിലും തലതിരിഞ്ഞു പോയേക്കാം. കാരണം നമ്മുടെ ഫ്ലഷ് അതിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് എപ്പോഴും, എല്ലാ രീതിയിലും ഈ തിന്മയ്ക്ക് എപ്പോ വേണമെങ്കിലും വീണ് പോകാം, ഏത് തരത്തിൽ വേണമെങ്കിലും അവൻ അതിൽ നിന്നും വീണ് പോയേക്കാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവൻ അവൻ വിശുദ്ധീകരിക്കപ്പെടും, അനുദിനം അവൻ ശുദ്ധീകരിക്കപ്പെടും. എന്നാൽ അവന്റെ മുൻപിൽ എപ്പോഴും സാത്താനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായത്തില്, സമയം നിസ്സാരമേ ഒന്നുള്ളൂ കരുതി മനസ്സിലാക്കി അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണമെങ്കിൽ നീ സൂക്ഷിച്ചു. അലറുന്ന സിംഹത്തെ പോലെ അവനെല്ലാം കെണിയും വെച്ചുകൊണ്ടാണ് വരുന്നത്. അവനറിയാം മനുഷ്യനെ നശിപ്പിക്കാൻ, അവനറിയാം പ്രാർത്ഥനക്കാരനെ ഇല്ലാതാക്കാൻ, അവനറിയാം ദൈവ പൈതലിനെ തകർക്കാൻ. അവനെല്ലാ വഴിയും അറിയാം. അവൻ ഏത് വഴി ഉപയോഗിക്കും, ഏത് വഴിയെന്ന് അവനാണ് തീരുമാനിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ മനസ്സിലാക്കിയോളാം. ദൈവകൃപ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങനെ നോഹയുടെ കാലത്ത് ദൈവം ഒരു ശുദ്ധീകരണം നടത്തി. അതുകൊണ്ടൊന്നും കാര്യം തീർന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സോദോം ഗൊമോറ, അല്ലെ, ദുഷ്ടത നിറഞ്ഞ ജനം, പാപം നിറഞ്ഞ ജനം. ഇത്രയധികം ദുഷ്ടതയിലേക്ക് അവർ പോയി കഴിഞ്ഞപ്പോ ദൈവം വീണ്ടും ഒരു പ്രകൃതി ദുരന്തം പോലെ അവരിലേക്ക് ഒരു കന്മഴ അയച്ചു. അതുകൊണ്ടും ശരിയായോ? അതുകൊണ്ട് അവസാനിച്ചോ? അന്ന് സ്വർഗഭോഗികളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? സോദോം ഗൊമോറയില്. അതുകൊണ്ട് സ്വർഗഭോഗികളെല്ലാം തീർന്നു. ഇന്ന് ആരും ഇല്ലല്ലോ, അല്ലേ? ഇന്ന് ലെസ്ബിയനും ഇല്ല, ഗേയും ഇല്ല, സ്വർഗഭോഗികളും ഇല്ല, ഒന്നുമില്ല. ഇപ്പം മറ്റേ നമ്മുടെ മോഹൻലാലിന്റെ ബിഗ് ബോസിൽ വരെ ഇവരായി നിറഞ്ഞു കഴിഞ്ഞു. ഇനി പുള്ളി വരെ അതിന് പ്രൊമോട്ടറായി തുടങ്ങി. ലോകം മുഴുവൻ ഇനി ഇതിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഇനി ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്കെതിരെ തിരിയാൻ പോകുന്നത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, അത് പ്രകൃതി വിരുദ്ധമായ ബന്ധമാണ്. സ്ത്രീക്ക് ദൈവം വച്ചിരിക്കുന്നത് പുരുഷനും, പുരുഷന് ദൈവം വച്ചിരിക്കുന്നത് സ്ത്രീയുമാണ്. മറ്റേത് പ്രകൃതി വിരുദ്ധമായ ബന്ധമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തോട് നമുക്ക് അതേ വിളിച്ചു പറയാനുള്ളൂ, അത് പ്രകൃതി വിരുദ്ധം തന്നെയാണ്, ദൈവം അനുവദിക്കാത്തതാണ്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കെടുത്തുന്നതാണ്, അത് തിന്മയാണ്, പാപമാണ്. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കി നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ആ മേഖല പാപം തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോദോം ഗൊമോറയുടെ അത് നശിച്ചില്ല. ആ സ്പിരിറ്റ് അപ്പോഴും ഇവിടെ തന്നെയുണ്ട്, മാറ്റമൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്നും മാറി, പക്ഷെ ആ സ്പിരിറ്റ് ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്റെ വലയം എപ്പോഴും അങ്ങനെ തന്നെയാണ്, യാതൊരു മാറ്റമില്ല. ദൈവം ആദത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി അവന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചു. പക്ഷെ ആദം വഴിതെറ്റി, അല്ലെങ്കിൽ ദുഷ്ടതയിലേക്ക് പോയി. മനുഷ്യകുലം മുഴുവൻ ആ പാപത്തിലേക്കും ദുഷ്ടതയിലേക്കും, അവന്റെ ഹൃദയം മുഴുവൻ ദുഷ്ടത നിറഞ്ഞു. ഇനി ഈ മനുഷ്യനെ നേരെയാക്കാൻ ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ട് പറ്റും? ആര് നേരെയാക്കും? ആരാണ് നേരെയാക്കുക?
ഉള്ളതല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ ഇതിനൊന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇപ്പം സാധാരണഗതിയിൽ കൃത്യമായി നമ്മുടെ മലയാളികൾ ക്യൂ നിന്ന് കാര്യം നടത്തുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടെയാണ്? ബ്യൂറേജ് ആണ്. വേറൊരു സ്ഥലത്തും ഇന്ന് വരെ ക്യൂ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു സപ്ലൈകോയിലും ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കൃത്യമായിട്ട്. അല്ലെങ്കിൽ ഒരു റേഷൻ കടയിലും അല്ലെങ്കിൽ അവർ ആവശ്യമുള്ള മറ്റൊരു സ്ഥലത്തും. റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ കറക്റ്റ് ആണോ? അതെല്ലാം തെറ്റിക്കും. കുമ്പസാരിക്കാൻ പോലും മര്യാദയ്ക്ക് ക്യൂ നിൽക്കാത്തവന്മാരാണ് നമ്മുടെ ആളുകൾ. അവിടെ പോലും ക്ഷമയില്ലാത്ത ആളുകളാണ് നമ്മള് ക്രിസ്ത്യാനികൾ. പിന്നെയാണ് പക്ഷെ ബ്യൂറേജിൽ മാത്രം കൃത്യമായി ക്യൂ നിൽക്കും. യാതൊരു പ്രശ്നവുമില്ല. ഈ ക്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിയേറ്ററിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടയിൽ കയറാണ്ടിരിക്കാൻ ഇരുമ്പ് കൊണ്ട് ഒരു വേലിക്കെട്ട് നിർമ്മിക്കും. കൃത്യം ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന രീതിയിൽ. കാരണം അവന്മാർ ക്യൂ തെറ്റിക്കുന്ന ആർക്കറിയാം? തിയേറ്റർ ഉടമയ്ക്കറിയാം. അടി ഉണ്ടാവാതിരിക്കാൻ, പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ചെയ്യും. പോലീസുകാർ അങ്ങനെയല്ലേ? ബാരിക്കേഡുകൾ നിർമ്മിക്കും. അതല്ലെങ്കിൽ മറ്റേ VLC പ്ലെയർ പോലൊരു സാധനം വെക്കുമല്ലോ, എന്താണ് പറയണേ? ട്രാഫിക് സിഗ്നൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മറ്റവർ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി അവരിങ്ങനെ ഓപ്പോസിറ്റ് കയറി വരും. അപ്പോൾ ട്രാഫിക് സിഗ്നൽ അപ്പുറത്തുണ്ടെങ്കിൽ അതിനിടയിൽ ഒന്നെങ്കിൽ മീഡിയൻ ഉണ്ടാക്കി വെക്കും റോഡുകളിൽ. അതല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ കുന്തം പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ചുവന്ന കളറിൽ ഇരിക്കുന്ന നിലത്തിൽ കൊണ്ടു വയ്ക്കും. ഞങ്ങൾ അതിനെ പറയുന്നത് VLC പ്ലെയർ നഗർന്നല്ല. VLCയുടെ ആ ലോഗോ അങ്ങനെ ഇരിക്കുന്നത്. VLC എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡിലെ ഒരു പ്ലെയർ ആണ്. അപ്പൊ ഇതുപോലെ ഈ സംഭവം കൊണ്ടു വയ്ക്കും. കാരണം മനുഷ്യരിത് ലംഘിക്കുന്നത് പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എത്ര നിയമം വെച്ചാലും വണ്ടിയാണെന്ന് പറഞ്ഞാലും നമ്മൾ തെറ്റിക്കും. എന്തൊക്കെ നിയമം വെച്ചാലും നമ്മൾ തെറ്റിക്കും. അപ്പോ ആകെ സാധിക്കുന്ന ഒരു കാര്യം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുക. ആ നിയമങ്ങളിലൂടെ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെ നടത്തുക എന്നുള്ള സംഭവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവം മനുഷ്യനെ നേരെ നടത്താനായി ദൈവം അബ്രഹത്തെ വിളിച്ചു, ഇസ്ഹാക്കിനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചു, ഇസ്രായേലിനെ നടത്തി 12 ഗോത്രങ്ങളെ വിളിച്ചു വേർതിരിച്ചു. മോശയിലൂടെ ദൈവം കൽപ്പനയെ കൊടുത്തു. 10 കൽപ്പനയെ കൊടുത്തു അല്ലെ? 10 കൽപ്പന കൊടുത്തപ്പോ ജനമെല്ലാം നന്നായോ? കൽപ്പന പാലിച്ചു കുറെയൊക്കെ. ഇനി ആ കൽപ്പന പൂർണ്ണമാണോ അല്ലയോ? കൽപ്പന പൂർണ്ണമാണോ അല്ലയോ? ദൈവമാണല്ലോ കൽപ്പന കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ കൽപ്പന പൂർണ്ണമാകണ്ടേ? അതിൽ വേറെ കുറവൊന്നും പാടില്ലല്ലോ. ഒരു രീതിയിൽ കുറവ് വരാൻ പാടില്ലല്ലോ. ഓക്കെ, നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു പുരുഷന് എത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാം? നിങ്ങളുടെ ഇപ്പോഴത്തെ മൊറാലിറ്റി വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു നോർമൽ മോറൽ സൈഡ് ഉണ്ടല്ലോ, ആ മൊറാലിറ്റി വെച്ചിട്ട് ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാം? 3, 4, 1. ചേച്ചിമാര് ഉറപ്പിച്ച് പറയുന്നു 1. ചേട്ടന്മാരോട് ചോദിക്കാം, അവർക്കാണല്ലോ താല്പര്യം കൂടുതൽ. ഇവരുടെ കാര്യം ചോദിച്ചെങ്കിൽ അവർ 4 പറഞ്ഞേനെ. നമുക്ക് എത്ര പേര് മൊറാലിറ്റി വെച്ചിട്ട് എത്ര കഴിക്കാം? ചേട്ടന്മാരും മിണ്ടുന്നില്ല. ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം. ഇപ്പൊ ഉള്ളത് അത്ര പോരാ. ഇച്ചിരി തലതിരിവുണ്ട്. ഇവിടേക്ക് നോക്കണ്ട, തരൂല, കിട്ടൂല, നടക്കൂല. കാലഘട്ടം വേറെ. ചില പുസ്തകങ്ങളിൽ, ചില മതഗ്രന്ഥങ്ങളിൽ 4 വരെ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുണ്ട്. 4 വിവാഹം വരെ ആകാം. പക്ഷെ ഭാര്യമാരിൽ തുല്യത കാണണം. അതായത് എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കാൻ നിന്നിലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 4 വരെ ആകാം എന്നൊക്കെ പറഞ്ഞു. 4 വിവാഹം കഴിച്ചവരൊക്കെ അറിയാലോ അല്ലേ? ഗൾഫ് രാജ്യത്തേക്ക് പോയവർക്കൊക്കെ അറിയാൻ പറ്റും, കണ്ടിട്ടുണ്ടാവും. ഓരോ ഇങ്ങനെ കൊട്ടാരങ്ങൾ പണിത് ഇവിടെ ഒരു ഭാര്യ, ചൊവ്വാഴ്ച ഭാര്യ, ബുധനാഴ്ച ഭാര്യ, ഇത് വ്യാഴാഴ്ച ഭാര്യ, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഭാര്യമാരായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മോറൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വിവാഹമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുക, മോശയുടെ കൽപ്പനയിൽ എത്ര വിവാഹം കഴിക്കാം? എത്ര വിവാഹം കഴിക്കാം? ഒരെണ്ണം കഴിക്കാൻ പാടുള്ളൂ ആണോ? യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം വായിക്കാം. അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. അതായത് ഇറച്ചിക്കറി വെച്ചിട്ട് ഉപ്പ് ശരിയായില്ല, അവൾ എന്ന് വെച്ചാലും ശരിയാവില്ല. ഇനി ഇതിനെ കൊണ്ട് നടന്നിട്ട് എന്ത് കാണിക്കാനാ? ഉപേക്ഷാപത്രം, മഹറോൻ ചെല്ലുക. നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറയുന്നു. അവളെ ഒഴിവാക്കുന്നു, പുതിയതിനൊന്ന് സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ആര് കൊടുത്തിട്ടുണ്ട്? മോശ കൊടുത്തിട്ടുണ്ട്. ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ മോശയിലൂടെ നൽകിയ കൽപ്പന ദൈവം കൊടുത്തതല്ലേ? അല്ലെ? ദൈവമല്ലേ 10 കൽപ്പന എഴുതി കൊടുത്തത്? 10 കൽപ്പനകളുടെ വിശുദ്ധീകരണം മോശ കൊടുക്കുമ്പോഴും അതിൽ ദൈവത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. മോശയെ നടത്തിയത് ദൈവമാണല്ലോ. മോശയോട് ദൈവം ചെങ്കടൽ പുലർത്തിയല്ലോ, അനേക അത്ഭുതങ്ങൾ ചെയ്തല്ലോ. അപ്പൊ ആ നിയമത്തിന് അല്ലെങ്കിൽ മോശ കൊടുത്ത ആ നിയമത്തിന്റെ പുറകിൽ ദൈവത്തിനൊരു സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പല്ലേ?
അപ്പൊ ഉപേക്ഷാപത്രം കൊടുക്കാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവം മോശയോട് എന്തുകൊണ്ട് അനുവദിച്ചു? അടുത്ത വാക്യം വായിച്ചോ, വളരെ വ്യക്തമായിട്ട് പറയുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതായത് സൃഷ്ടിയുടെ ആരംഭം ദൈവം എങ്ങനെയാണോ മനുഷ്യനെ വിഭാവനം ചെയ്തത്, ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷന് ഒരു സ്ത്രീ, അപ്പുറത്തോട്ട് ഒരു കാര്യം ദൈവം വെച്ചിട്ടില്ല. ദൈവത്തിന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ മൊറാലിറ്റി മാറി വരുന്നുണ്ട്, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അവന് സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് വൈഫും, ഞാൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ച ബുധനാഴ്ച ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരും കിട്ടിയാൽ സന്തോഷം. അത് അവന്റെ ദുഷ്ടതയാണെന്നാണ് യേശു പറഞ്ഞത് വളരെ കൃത്യമായിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ദുഷ്ടത നിമിത്തം നിയമത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ദൈവം, ഇതെന്ത് ദൈവമാണ്? എന്റെ സ്വഭാവം മോശമായതുകൊണ്ട് എനിക്കൊരു അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ദൈവം കൊടുക്കും? അങ്ങനെ കൊടുത്താൽ ദൈവം ചെയ്യുന്നത് ശരിയാണോ? എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ ദുഷ്ടനായതുകൊണ്ട് നിനക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഇരിക്കട്ടെ, നീ ഒരു 4 കെട്ടിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അത് അനുവദിച്ചതെന്ന് യേശു തന്നെ. കാരണം യേശു അനുവദിക്കാതെ മോശ അനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ യേശു അനുവദിച്ചു കൊടുത്തപ്പോഴാണ് മോശ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് അവന്റെ ദുഷ്ടത നിമിത്തം ഒന്ന് ലിമിറ്റൈസ് ചെയ്ത് ഈ നിയമം കൊടുത്തത്? ഈ നിയമത്തിന്റെ കാഠിന്യം കുറച്ച്, നിങ്ങൾ പഴയ നിയമമാണോ കഠിനം, പുതിയ നിയമമാണോ കഠിനം? ഏത് നിയമം കഠിനം? പുതിയ നിയമമാണോ പഴയ നിയമമാണോ കഠിനം? അല്ലെ? പഴയ നിയമം വളരെ കഠിനമായ നിയമങ്ങളോ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അല്ലെ? ഭയങ്കരമായിട്ടുള്ള കഠിനമായ നിയമങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോ ആ നിയമം ദൈവം കൊടുത്തതാകുമ്പോ ആ നിയമം അങ്ങനെ തന്നെ. നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നീ മറ്റൊരുവന്റെ കാളയെ കൊന്നു കഴിഞ്ഞാൽ അത് അറിഞ്ഞോ അറിയാതെയോ ആവട്ടെ നിന്റെ കാളയെ നീ തിരിച്ചു കൊടുത്തിരിക്കണം. അതല്ലെങ്കിൽ അവൻ വന്ന് നിന്റെ കാളയെ കൊല്ലാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ കൃത്യമായി നിയമം എഴുതി വെച്ചിരിക്കുക, വളരെ കൃത്യമായി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, യാതൊരു കോംപ്രമൈസും ഇല്ല. ശക്തമായ കഠിനമായ നിയമം, ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ഇസ്രായേലിൽ നോക്കിയേ, കഴിഞ്ഞ 2 വർഷം മുൻപ്, ഈ ഒക്ടോബർ 7 വരുമ്പോൾ 2 വർഷമാവും അല്ലെ? 2 വർഷം മുൻപ് ഒരു ഒക്ടോബർ 7-ാം തീയതി ഹമാസ് എന്ന് പറഞ്ഞ കുറച്ച് തീവ്രവാദികൾ അവിടെ പോയി ഒരു 10,500 പേരെ കൊന്ന് ചുട്ട് കരിച്ച് നശിപ്പിച്ചു, കുറെ പേരെ ബന്ദിയാക്കി കൊണ്ടുപോയി. അവർക്ക് സന്തോഷമായി, സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിച്ചു. നമ്മുടെ കേരളത്തിലുള്ള ചില ചേട്ടന്മാരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അവർ വെറുതെ വിടുവോ? വെറുതെ വിട്ടോ? ഇപ്പൊ ഔദ്യോഗികതനുസരിച്ച് 65,000 മരണം കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും യുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുക. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. മരണം അല്ലെങ്കിൽ യുദ്ധം, കൊലപാതകം യാതൊരു വിധത്തിലും ക്രിസ്തീയ സ്നേഹം വെച്ച് നമുക്ക് ന്യായീകരിക്കാൻ ഒരു തരവുമില്ല. പക്ഷേ ഇസ്രായേലിന്റെ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമല്ല പകരം നിൽക്കുന്നത്. കണ്ണിന് പകരം കണ്ണ്. ഞങ്ങളുടെ ഒരെണ്ണത്തിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി. യുദ്ധം തുടങ്ങിയത് ഹമാസ് നിങ്ങളാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് തോന്നുമ്പോഴേ ഞങ്ങൾ അവസാനിപ്പിക്കത്തുള്ളൂ. അവസാനത്തെ ഹമാസിനെ കൊന്നിട്ടല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു മാറ്റമില്ല. 65,000, അതായത് 1,500 പേര് ഈ ഇസ്രായേലിൽ മരിച്ചപ്പോ 65,000 എത്ര ഇരട്ടിയായി? എത്ര ഇരട്ടിയായി? 60 ഇരട്ടി കഴിഞ്ഞു. എന്നിട്ടും മതിയായോ? ഇല്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നിയമം. അതാണ് മോശയുടെ നിയമം അവരുടെ കയ്യിലിരിക്കുന്നത്. ആ നിയമത്തിന് ഒരു കട്ടിയും അവർ കുറയ്ക്കത്തില്ല, അതേ കട്ടിയിൽ തന്നെ അവിടെ നടത്തും. പക്ഷെ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് മോശ ഈ കൽപ്പന നൽകിയത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഹൃദയം കഠിനമായതുകൊണ്ട് ദൈവം തന്റെ മൊറാലിറ്റി മാറ്റി നിയമം ലിമിറ്റ് ചെയ്ത് തരുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതായത് ഞാൻ ദുഷ്ടനായതുകൊണ്ട് എനിക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നിയമവും, മറ്റവൻ നന്മയുള്ളവനും കൊണ്ട് അവന് കുറച്ചുകൂടി കഠിനമായ നിയമം, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം നീതിയുള്ളവനാണോ? അല്ല. ദൈവത്തിന്റെ നീതിയായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ മോശ ആ ജനത്തിന് അവര് ദുഷ്ടത നിറഞ്ഞ ജനമായതുകൊണ്ട് നീ ഉപേക്ഷാപത്രം കൊടുത്ത് വേറൊരുകളെ സ്വീകരിച്ചു കൊള്ളുക എന്ന് അനുവദിച്ചതിന്റെ കാരണം എന്തെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു റെവലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള റെവലേഷനാണ്. അതായത് പടിപടിയായി
ആദം എന്ന ആ പൊതു പൂർവികരിലേക്ക്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൈവജനത്തിന്റെ അതേ സ്വഭാവത്തിലേക്ക് ദൈവം എങ്ങനെയാണോ ആദത്തിന് കൊടുത്തത് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കില്ല, ഒറ്റ സമയം കൊണ്ട് കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കത്തില്ല. അതുകൊണ്ട് പടിപടിയായി അതിലേക്ക് നമ്മളെ നടത്തുകയാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു ചെറിയൊരു സംഭവം ഞാൻ പെട്ടെന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞങ്ങളവിടെ ഒരു ഊട്ടുനേർച്ച, ഔസേപിതാവിന്റെ ഊട്ടുനേർച്ച വെക്കാം. അപ്പൊ സാധാരണഗതിയിൽ എപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യമാണ്, ഈ ഊട്ടുനേർച്ച ഡിസ്പോസിബിൾ പ്ലേറ്റും ഡിസ്പോസിബിൾ ഗ്ലാസുമാണ് കൊടുക്കുന്നത്. നേർച്ചയാണ് അവര് കഴിക്കുന്നത്. ഈ നേർച്ച കഴിച്ചിട്ട് വേസ്റ്റ് ഇടാനായിട്ട് കൃത്യമായ സ്ഥലം വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആരെങ്കിലും അത് ഇടുമോ? മലയാളി എന്തെങ്കിലും വേസ്റ്റ് ഇടേണ്ട സ്ഥലത്ത് വേസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ എപ്പോഴും സാധാരണഗതിയിൽ ഈ വേസ്റ്റ് ഇടേണ്ട സ്ഥലം പുറമെ ജനം കാണുന്ന രീതിയിൽ വെക്കാതെ കാണാത്ത രീതിയിൽ രണ്ടു മൂന്ന് നമ്മൾ നോക്കിയാ, അപ്പൊ അവൻ ഈ കാണാത്ത സ്ഥലത്ത് കൊണ്ട് ഈ പാത്രം ഇടാൻ വരുമ്പോഴായിരിക്കും ഈ വേസ്റ്റ് പിന്നെ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. എന്നാ പിന്നെ അതിൽ കിടക്കണമെന്നായിരിക്കും എന്നും ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടു വെച്ചാൽ ചായ കുടിക്കുന്നിടത്ത് ഗ്ലാസ് വെച്ച് ഈ വേസ്റ്റ് ബിൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ഇടൂല. കാരണം അവിടെ പറഞ്ഞ് നടക്കണ്ടേ. പക്ഷെ ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടു വെച്ചാൽ അവിടെ ഇടും എന്ന് പറയുന്ന പോലെ ഊട്ടുനേർച്ച കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, ആയിരങ്ങളും പതിനായിരങ്ങളും ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ ഗ്രൗണ്ട് മുഴുവൻ, പള്ളിയുടെ പരിസരം മുഴുവൻ ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊണ്ടും പാത്രം കൊണ്ടും നിറഞ്ഞു. അതായത് നമുക്ക് സംശയമാണ്, മറ്റേ കളമശ്ശേരിയിൽ മറ്റേ വേസ്റ്റ് കൊണ്ടുവിടുന്ന സ്ഥലം പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് മാറ്റിയോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഇങ്ങനെ നിരന്ന് പാത്രങ്ങൾ കിടക്കുക. എന്നാൽ വേസ്റ്റ് ഇടാനായിട്ട് ആവശ്യം പോലെ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ നിറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ, പക്ഷെ അതിൽ കൂടുതൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ വികാരിയച്ഛൻ അതിൽ നടന്നു വന്നിട്ട്, അപ്പൊ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പിള്ളേരും, യുവാക്കള്, പ്രത്യേകിച്ച് യുവത്വം തുളുമ്പുന്ന അധ്വാനിക്കുന്ന ഞങ്ങളുടെ യുവാക്കളെല്ലാം അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ച് വിളമ്പിയൊക്കെ കൊടുത്ത് എല്ലാം ക്ഷീണമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അച്ഛൻ വന്നിട്ട്, എടാ മക്കളെ, നിങ്ങൾക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഈ ഇത് ഇങ്ങനെ കിടന്നിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വാരിയിട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് പോയി. അപ്പോ അവിടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, നാളെ 5:45 കുർബാനുള്ളതല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു പറഞ്ഞു. അച്ഛൻ മനസ്സിലായി ഈ കുരുത്ത കെട്ടവന്മാർ ഉപദേശിച്ച് ഞാനായിട്ട് ഇനി ചീത്തയാവുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നേരെ 5:45 കുർബാന ഉള്ളതാണെന്ന് വിചാരിച്ച് അച്ഛൻ അങ്ങോട്ട് പോയി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോയില്ല. അച്ഛൻ ഉപദേശിച്ചിട്ട് പിള്ളേർ നന്നായോ? നന്നായില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയിലെ ഉയർന്നൊരു ചേട്ടൻ, നമ്മുടെ ചേട്ടൻ ഓടി വന്നിട്ട് ഇതുപോലെ തന്നെ, നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ മക്കളെ, നിങ്ങൾ ഐസ്ക്രീം നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു പറഞ്ഞിട്ട്, നമ്മുടെ പരിസരമല്ലേ ഇത്, നമ്മുടെ പള്ളിയല്ലേ, നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തോടും പറഞ്ഞു. അപ്പൊ പുള്ളിയാണെങ്കിൽ സ്വന്തമായി ബാറ് നടത്തുന്ന ആളാ, ബാച്ച് ഉണ്ട്, പള്ളി കമ്മിറ്റിക്കാരനാണ്, പള്ളി കമ്മിറ്റിയിലെ മെയിൻ മെമ്പറുമാണ്. സ്വന്തമായി ബാറ് നടത്തുന്നവൻ ഉപദേശിച്ച കേൾക്കുന്നവനാണല്ലോ നമ്മുടെ പുതിയ തലമുറ. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കേൾക്കും. അങ്ങനെ തിരിച്ചു പറയാനുള്ള 1, 2, 3 വാക്യങ്ങൾ, ഞാൻ ആ വാക്ക് ഇവിടെ പറയാൻ അത്ര പ്രായോഗികമല്ലാത്തത് കൊണ്ടും അത് പാർലമെന്ററി അല്ലാത്തത് കൊണ്ടും ഇത് പാർലമെന്റ് ഉള്ള നാടായതുകൊണ്ടും ഞാൻ തൽക്കാലം അത് മാറ്റി വെക്കുക. അങ്ങനെ 2, 3 വാക്ക് പറഞ്ഞ് അതോട് ഒഴിവാക്കി. അങ്ങനെ വീണ്ടും സമയമെടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളെ കാറ്റീസം പഠിപ്പിച്ച ഒരു ചേട്ടൻ, ഒരു ചെറിയ ചേട്ടൻ, അദ്ദേഹം ഒരു സമ്പന്നനാണ്, നല്ല സമ്പന്നതയുള്ള നല്ല പണമുള്ള ഒരു വീട്ടിലെ ചേട്ടനാണ്. അദ്ദേഹം ആരോടും ഒന്നും മിണ്ടിയില്ല. പുള്ളി അവിടെ ഉള്ളൊരു വേസ്റ്റ് കൊട്ട, ആ കൊട്ട കൊണ്ടുവന്ന് വെച്ച് ആ പറമ്പിൽ മുഴുവൻ വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഞങ്ങൾ കൂടി നിൽക്കുന്ന, ഞങ്ങൾ 10-15 പിള്ളേർ കൂടി ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ ഐസ്ക്രീമിന്റെ പാട്ട വലിച്ചെറിഞ്ഞത് വരെ പുള്ളി വന്ന് പറക്കി, ഒന്നും മിണ്ടുന്നില്ല. പുള്ളി പറക്കി ഈ കൊട്ടയിൽ ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഫുഡിന്റെ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ പറക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന 15 പേരിൽ ഒരുത്തിന് മനസ്സലിവ് തോന്നി. ഞങ്ങളെ കാറ്റീസം പഠിപ്പിച്ച സാറ് കഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ച് അവൻ വന്ന് ആ കൊട്ടയുടെ ഇപ്പുറത്ത് പിടിച്ചു. എന്നിട്ട് അവനും ഓരോന്ന് പറക്കിയിടാൻ തുടങ്ങി. 2-3 പാത്രം പറക്കിയിട്ട് കഴിഞ്ഞപ്പോ ചേട്ടൻ പതിയെ അതിട്ടിട്ട് പോയി. അവൻ വിചാരിച്ചു, ആശം പണി തന്നുമല്ലേ, ഇവനെ കൊട്ട ഇട്ടിട്ട് പോയതെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം അങ്ങനെയല്ല. പുള്ളി പോയി അടുത്ത കൊട്ട എടുത്തുകൊണ്ടെന്ന് വീണ്ടും പറക്കാൻ തുടങ്ങി. അപ്പൊ ഇവന്റെ കൊട്ടയിൽ ഇവൻ പറക്കുന്നു, മറ്റേ ചേട്ടൻ ആ ചേട്ടന്റെ കൊട്ടയില് വീണ്ടും പറക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയണേ, ഒരു 5-10 മിനിറ്റ് കഷ്ടി എടുത്തിട്ടുള്ളൂ, ആ പറമ്പ് മുഴുവൻ ക്ലീൻ ആയി. കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പിള്ളേരും അവരവർക്ക് കിട്ടാവുന്നതൊക്കെ കൊട്ടയൊക്കെ എടുത്ത് പടപടയെന്ന് പറക്കിയെടുത്തു. അച്ഛൻ കറങ്ങി തിരിച്ചു വന്നപ്പോ പറമ്പ് നോക്കിയപ്പോ ക്ലീൻ ആയിട്ട് കിടക്കുന്നു. അച്ഛൻ പറഞ്ഞു, ആ പിള്ളേര് കൊള്ളാലോ, ഞാൻ പറഞ്ഞതിന് സ്നേഹമുണ്ട് എന്തായാലും. സത്യത്തിൽ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടാണോ പിള്ളേര് ചെയ്തത്? ആണോ? മറ്റേ ഉപദേശകൻ ചേട്ടൻ പറഞ്ഞിട്ട് ചെയ്തിട്ടാണോ കേട്ടത്? അല്ല. എന്താണ് അവിടെ നടന്നത്? പ്രാക്ടിക്കൽ സൈഡിൽ ഒരു വ്യക്തി കാണിച്ചു തന്ന എളിമയുടെ മാർഗം മറ്റുള്ളവര് ഏറ്റെടുത്തു, അത് സ്വീകരിച്ചു. അവന്റെ മനസ്സിന് അതേ പറ്റത്തുള്ളൂ, അതേ പാകമാകത്തുള്ളൂ.
കാരണം ദുഷ്ടത നിറഞ്ഞ മനസ്സാണ് നമ്മുടെ ഉപദേശം പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഗ്രാജുവലി ഈ വ്യക്തിയുടെ ഒരു പെരുമാറ്റം, ഒരു സ്വഭാവം, ഒരു നന്മ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ അറിയാതെ, ദുഷ്ടത നിറഞ്ഞവരാണെങ്കിലും ആ നന്മയിലേക്ക് ഞങ്ങൾ എന്തായി മാറിപ്പോയി. ഞങ്ങൾ അതിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തു, നീറ്റാക്കി മാറ്റി. ദൈവത്തിന് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തെ അറിയാം. ദുഷ്ടത നിറഞ്ഞ ഹൃദയമാണെന്ന് ഉൽപ്പത്തി പുസ്തകം 6:5 നമ്മൾ വായിച്ചു അല്ലെ. അവന്റെ ചിന്ത, അവന്റെ ഭാവന സകലതും ദുഷ്ടത നിറഞ്ഞതാണെന്ന് ദൈവത്തിന് അറിയാം. ഇവരെ ഒറ്റ തിരിക്കിങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകത്തുള്ളൂ, ഇത് നേരെയാവത്തില്ല ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം ഒരു ഗ്രാജുവൽ പ്രോസസ്സ് അവന് വേണ്ടി കൊടുക്കുകയാണ്. ആദ്യം അവന് ദൈവം കൊടുക്കുന്ന കാര്യമാണ് കൽപ്പന. ആ കൽപ്പന കൊടുത്തപ്പോൾ 10 കൽപ്പന നമുക്ക് തന്നു അല്ലെ. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. രണ്ടാമത്തെ കൽപ്പന, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. 3, ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 4, സാബത്ത് ആചരിക്കണം അല്ലെ. ആദ്യത്തെ 4 കൽപ്പന മനുഷ്യൻ ദൈവവുമായി ബന്ധത്തിൽ നൽകി. പിന്നീടുള്ള 6 കൽപ്പനകളും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലാണ് നൽകിയിരിക്കുന്നത്. ആണോ അല്ലേ? കൊല്ലരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ 6 കൽപ്പന നമ്മളോട് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക. അബ്രഹാം ഇങ്ങനെ തന്റെ ഭാര്യയോട് ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്. അല്ലയോ സാറ, ഈ ജനം ദുഷ്ടത നിറഞ്ഞ ജനമാണ്, നീയോ സൗന്ദര്യമുള്ളവളാണ്, അതുകൊണ്ട് നീ എന്റെ സഹോദരിയാണെന്ന് പറയണം, നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ എന്നെ കൊന്ന് നിന്നെ സ്വന്തമാക്കും. എന്നെ കൊന്ന് നിന്നെ സ്വന്തമാക്കും. അപ്പൊ മനുഷ്യന്റെ മൊറാലിറ്റി എങ്ങനെയാ? സുന്ദരിയായ ഒരു ഭാര്യനെ കണ്ടാൽ ഭർത്താവിനെ കൊന്നിട്ടാണെങ്കിലും അവളെ സ്വന്തമാക്കുന്ന മാനസിക നിലയാണ് അക്കാലത്തെ ജനത്തിനുള്ളത്. അതായത് ആ മനുഷ്യന്റെ സ്വഭാവ വൈകല്യമാണ് ഈ പറയുന്നത്. അവന്റെ കയ്യിൽ കൊള്ളാവുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടു, അത് അപഹരിക്കാൻ വേണ്ടി അവനെ കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് ആര്? മനുഷ്യൻ. അത്രത്തോളം ദുഷ്ടത നിറഞ്ഞു. ഇന്ന് പോലീസ് പിടിക്കുന്നു കരുതിയിട്ടല്ലേ അവന്റെ അപഹരിക്കാത്തത്. ദൈവം കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് അന്യന്റെ വസ്തുവോ അന്യന്റെ ഭാര്യയോ മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്ന് പറയുമ്പോ ആ ജനം അങ്ങനെ ആയിരുന്നു. കൊല്ലാൻ മടിയില്ലാത്ത, തകർക്കാൻ മടിയില്ലാത്ത, മോഷ്ടിക്കാൻ മടിയില്ലാത്ത, മറ്റുള്ളവരെ നശിപ്പിക്കാൻ, തകർക്കാൻ യാതൊരു നിയമമോ ഒരു മടിയോ ഇല്ലാത്ത ഒരു ജനത്തിന്റെ നടുവിലേക്കാണ് ഇത് മോശയുടെ കൽപ്പന കൊടുക്കുന്നത്. മോശയുടെ ദൈവം 10 കൽപ്പന കൊടുക്കുന്നത്. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി, ഇങ്ങനെ കൃത്യമായ കൽപ്പന, കൃത്യമായ നിയമസംഹിത കൊടുക്കുമ്പോ ദൈവത്തിന് അറിയാം ഇവന്റെ ഹൃദയത്തെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റത്തില്ല. പകരം അത് ഒരു ഗ്രാജുവൽ പ്രോസസ്സിലൂടെ ഇവനെ നടത്താം. അതാണ് നടക്കത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന് അത് വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയാണ് ദൈവം അവിടെ കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ടും മാറിയോ രീതി? മാറ്റം വന്നോ? കാര്യമായല്ല, പക്ഷെ വലിയൊരു മാറ്റം വന്നു. കാരണം അന്ന് വരെ കൊല്ലരുത് എന്ന കൽപ്പന ഇല്ലാതിരിക്കുമ്പോൾ കണ്ടവനെയൊക്കെ കൊല്ലാം, അവനെതിരെ പറഞ്ഞാൽ അവനെ കൊല്ലാം. മോശ പോലും തന്റെ സഹോദരങ്ങൾക്കെതിരെ സംസാരിച്ചവരെ അടിച്ചു കൊന്നു എന്നാണ്, ഇസ്രായേലിലുള്ളവരെ അടിച്ചു കൊന്നു എന്നാണ് വചനത്തിൽ കിടക്കുന്നത്, ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവരുടെ മൊറാലിറ്റി അതായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നേരെ തിരിഞ്ഞു. അനാവശ്യമായ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പണി കിട്ടും. അവനെ കൊന്നാൽ തിരിച്ച് എന്നെയും കൊല്ലും. കാരണം കണ്ണിന് പകരം കണ്ണ്. നിയമത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇത് അറിയാവുന്ന ജനം പതിയെ ഗ്രാജുവലി ഇതിൽ മാറ്റം വന്നു. ഒറ്റ ദിവസം കൊണ്ടല്ല, പതിയെ പതിയെ അവന്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറഞ്ഞ് അവർ മാറ്റം വരികയാണ്. അന്നത്തെ ജനത്തിന്റെ ഒരു മൊറാലിറ്റി ആണോ ഇന്നത്തെ ജനത്തിനുള്ളത്? ആണോ? ഒരു മാനസികാവസ്ഥയാണോ ഉള്ളത്? ആ നിലയാണോ എന്നുള്ളത്? അല്ല. അന്ന് അനേക വിവാഹം കഴിക്കുമായിരുന്നു. അടിമത്വ സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലെ. അടിമ വ്യവസ്ഥ. മനുഷ്യനെ മനുഷ്യനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അല്ല, മനുഷ്യനെ മൃഗമായിട്ട് പോലും കണ്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് യാതൊരു വിധത്തിലും മനുഷ്യനെ അതായത് ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒരാള് എന്നും വേണമല്ലോ. ഇവനെങ്ങനെ കഴുത്തിൽ കയറിട്ട് വലിച്ചിട്ട് ഞാനിങ്ങനെ ചന്തയിൽ കൊണ്ടുവന്ന് 100 രൂപ, 150 രൂപ, 200 രൂപ, 250 രൂപ എന്ന് പറഞ്ഞ് ലേലം വിളിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ ജനം സമ്മതിക്കുമോ? ഞാനിപ്പോ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊള്ളാം, നല്ല ഇവനെ കണ്ടിട്ട് സുന്ദരനാന്ന് പറയണോ? പറഞ്ഞേക്കാം, കുഴപ്പമില്ല, വില കിട്ടണമല്ലോ. സാധാരണ നമ്മൾ എക്സാജുറേറ്റ് ചെയ്തിട്ടല്ലേ ലേലം വിളിക്കുക. കണ്ടോ, സുന്ദരനും സുമുഖനുമായ നല്ല സൽസ്വഭാവിയായ
അധ്വാനശീലമുള്ള, കൈയൊക്കെ കാണിച്ചാൽ തൈപ്പണ്ണ നോക്കട്ടെ, കണ്ടോ, അധ്വാനശീലമായ ഏത് പണിയും എടുക്കാൻ പറ്റുന്ന ഒരു അടിമ എനിക്കുണ്ട്, 150 രൂപ. അപ്പൊ ഒരുത്തം വന്നിട്ട് 200 രൂപ, അപ്പൊ അപ്പുറത്തം വന്നിട്ട് 250 രൂപ. അങ്ങനെ ലേലം വിളിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സമ്മതിക്കോ? പോലീസ് വരണ വരെ നടക്കട്ടെ എന്ന് വിചാരിക്കത്തില്ല. മനുഷ്യൻ തന്നെ എതിർക്കും. കാരണം ഇന്നത്തെ മൊറാലിറ്റിക്ക് അത് ചേർന്നതല്ല. ഇത് പറയുമ്പോൾ ചെറിയൊരു സംഭവം കൂടി പറഞ്ഞേക്കാം. ഞാനിപ്പോ അവനെ സുന്ദരൻ എന്നൊക്കെ വിളിച്ച്, കാരണം എനിക്ക് വില കൂടുതൽ ഇടണം, അല്ലെ? ലേലം വിളിക്കുന്നവനെ വില കൂടുതൽ ഇടണം. മാതാവിനെ ഉടുപ്പിച്ച സാരി ആരെ ഉടുപ്പിച്ചതാ? പരിശുദ്ധ മാതാവിന്റെ വിഗ്രഹത്തിൽ ഉടുപ്പിച്ച സാരി 4000 രൂപ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ, ഈ സാരിയുടെ വില നിങ്ങൾക്ക് അറിയോ? ഇത് ആരെടുത്തതാണ്? മാതാവ് കൊടുത്തതാണ്. 5000. അപ്പൊ തന്നെ അവിടുന്ന് വിളി വന്നു. 5000 പോരാ, വിലയായിട്ടില്ല. 150 രൂപയുടെ സാരിയാ, 5000 ആയിട്ടും വിലയായിട്ടില്ല. എൻ്റെ അയലോകത്തുള്ള ആ സാരി കച്ചവടത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഇട്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു, 2-3 പേര് വീട്ടിൽ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ഉമ്മ വയ്ക്കാനാണെന്ന് പറഞ്ഞു കേട്ടത്. ഞാൻ അന്ന് എന്തെങ്കിലും ബോധപ്പെട്ട് കുഴപ്പമില്ല, തിരിച്ചു ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എന്തോ ആട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്, നമുക്ക് അനുഭവിച്ചറിയാം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതായത് മനുഷ്യനെ കച്ചവടം ചെയ്യുന്ന ഒരു അടിമ കച്ചവടം അക്കാലത്ത് ഉണ്ടായിരുന്നു, അങ്ങനെയല്ലേ? ബൈബിൾ അത് ഹോൾഡ് ചെയ്യുക, ബൈബിൾ അത് എതിർക്കുന്നുണ്ടോ? ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് അടിമയെ വീണ്ടെടുക്കുന്ന സമ്പ്രദായവും അടിമയ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ചൊക്കെ ലേവ്യ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? ബൈബിൾ വായിച്ചപ്പോ അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താ ഈ ബൈബിൾ ഇങ്ങനെ പറയുന്നത്? എന്താണ് അടിമ എന്ന് പറയുന്നത്? ശരിയല്ലല്ലോ. ദൈവം ആദത്തിൽ നിന്നാണ് സകല മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ, ആദം എന്ന പൊതു പൂർവികനാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളെല്ലാം ഈക്വൽ അല്ലേ? കറുത്തവനായാലും വെളുത്തവനായാലും, അവൻ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ, അവൻ ഏത് തലത്തിൽ ഏത് രീതിയിലുള്ളവനായാലും എല്ലാ മനുഷ്യനും ഒരൊറ്റ പൊതു പൂർവികൻ ആദം എന്ന ഒറ്റ വ്യക്തിയിൽ നിന്നല്ല എല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കുള്ള അവകാശം തന്നെ അവനില്ലേ? അവൻ അടിമയായി വിൽക്കാനുള്ള അവകാശം എനിക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ബൈബിൾ അടിമത്ത വ്യവസ്ഥയെ അനുകൂലിക്കുന്നു? അല്ലെങ്കിൽ അടിമയ്ക്ക് ഇന്ന അവകാശം കൊടുക്കണം, അടിമയ്ക്ക് ഇന്ന രീതി കൊടുക്കണം, എന്നാൽ അവൻ നിന്നെ വിട്ടു പോകാതിരിക്കുന്നെങ്കിൽ 7-ാം വർഷം അടിമയെ മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അടിമയുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. അതായത് നീ ഒരുവനെ ആക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അടിമയാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരുവനെ അടിമയായി സ്വീകരിക്കാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന അടിമത്ത സമ്പ്രദായത്തെ പൂർണ്ണമായി മാറ്റുന്നില്ല. പകരം എന്താ പറയുന്നത്? അടിമയ്ക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം, അടിമയെ വീണ്ടെടുക്കണം, അല്ലെങ്കിൽ അവനെ 7-ാം വർഷം സ്വതന്ത്രമാക്കണം, അവന് കൊടുക്കേണ്ട കൂലി, അവന് ഭാര്യയെ കൊടുക്കണമെങ്കിൽ അങ്ങനെ എന്തൊക്കെ അവന് അവകാശമുണ്ടോ ഈ അവകാശത്തെ എല്ലാം പറയുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ അടിമത്ത വ്യവസ്ഥതയെ അനുകൂലിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലെ? അത് ശരിയാണോ ബൈബിൾ ചെയ്യുന്നത്? നമ്മൾ പറയുന്നു ഇത് ശ്രേഷ്ഠമാണ്, ഇത് ദൈവം കൊടുത്തതാണ്, ദൈവമാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ ആ അടിമത്ത വ്യവസ്ഥയെ ബൈബിൾ അനുകൂലിക്കുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതെന്തുകൊണ്ടായിരിക്കും? നേരത്തെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ കാരണം തന്നെയാണ് ഇത്. കാരണം നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് മോശ നിങ്ങൾക്ക് ഇത് സമ്മതിച്ചത്. കാരണം നിങ്ങളുടെ ഹൃദയ കാഠിന്യം അത്ര വലുതാണ്. ഇത് യാതൊരു വിധത്തിലും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയത്തില്ലെന്നറിയാം. എന്നാൽ അടിമയ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് ബോധവാനാക്കുക. അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു ഇതിനെല്ലാം ഒരു പുതിയ തലത്തിലേക്ക് 10 കൽപ്പനയുടെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞു 10 കൽപ്പനയാണ്, അല്ലെങ്കിൽ പഴയ നിയമമാണ് കട്ടിയുള്ളത്, പഴയ നിയമമാണ് കട്ടിയുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് യേശു വന്നപ്പോ യേശു പറഞ്ഞ കാര്യം നേരെ തിരിച്ചാണ്. യേശു എന്താ പറഞ്ഞേ? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അവനെ കഴുത്തിൽ കയറിട്ട് കൊണ്ടുപോയി 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ? അവനെ അടിമയാക്കാൻ പറ്റുമോ? അവന്റെ അവകാശങ്ങൾ എനിക്ക് ഹനിക്കാൻ പറ്റുമോ? അവന്റെ ഭാര്യ എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റുമോ? അവന്റെ സ്വത്ത് എനിക്ക് എടുക്കാൻ പറ്റുമോ? എന്നാൽ നേരെ തിരിച്ചും പറഞ്ഞു, 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. നിന്നോട് 1 കാതം നടക്കാൻ ആഗ്രഹിക്കുന്നവരോട് കൂടെ നീ 2 കാതം നടക്കുക. നിന്റെ മേലങ്കി ചോദിക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക എന്നും കൂടെ യേശു നമ്മളെ പഠിപ്പിച്ചു. ഇവിടെ ആ പുതിയ നിയമമാണ് യഥാർത്ഥത്തിൽ കട്ടിയുള്ളത്, ഏറ്റവും കഠിനമായ നിയമം. പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ അതൊരു ലിമിറ്റഡ് റെവലേഷനാണ്.
ഒരു വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ അവന്റെ ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ മനുഷ്യന് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ആദത്തിനുണ്ടായിരുന്ന ആ ദൈവിക ജ്ഞാനത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ ആദത്തിൽ വസിച്ചിരുന്നുവോ, ജീവശ്വാസം എങ്ങനെ ആദത്തിലേക്ക് ഊതിക്കൊടുത്തുവോ, അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവജനത്തിന്റെ മുൻപിൽ വരുമ്പോ, നമ്മുടെ ഉള്ളിൽ വരുമ്പോ, നീ എങ്ങനെയാകണം? ആദത്തെ പോലെ ആകണം. ദൈവം ആദത്തെ എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ നമ്മൾ ആകണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ? ആണോ? അവൻ എന്നെ ഒരു തെറി പറഞ്ഞു, ഞാൻ അവനെ 3-3.5 തെറി പറഞ്ഞു. എന്നിട്ട് കലിപ്പ് തീർന്നിട്ടില്ല. നാളെ വിളിച്ചിട്ട് വേണം 2 റൗണ്ട് കൊടുക്കാൻ. അല്ല, അങ്ങനെയല്ലേ? അവൻ എന്നെ ഒന്ന് ചീത്ത പറഞ്ഞു, ഞാൻ അവനെ ഇവിടുത്തെ ആളുകളോട് ചീത്തനെ കുറിച്ച് ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കുക. അതായത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുക. അവൻ ദുഷ്ടനായി, അവൻ യാതൊരു വിധത്തിലും അനുകൂലമല്ലാത്ത അത്രയും തിന്മ ചെയ്യുന്നവനായി മാറിക്കഴിഞ്ഞപ്പോ അവനെ മാറ്റിയെടുക്കേണ്ട ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവം അവനെ മാറ്റുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ടാണോ? അല്ല, ദിവസങ്ങളോളം എടുത്തിട്ട്. പണ്ട് അടിയാനെ കൊന്നു കഴിഞ്ഞാൽ ജന്മിക്ക് ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? ജന്മിയോട് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. നിങ്ങൾ ഈ രാജകൊട്ടാരങ്ങൾ എടുത്തു നോക്കിക്കോ. എല്ലാ കൊട്ടാരങ്ങളും നിർമ്മിച്ചത് സാധാ അടിയാന്മാരായിരിക്കും. ഇതെല്ലാം നിർമ്മിച്ചു കഴിയുമ്പോ ഈ അടിയാനെ തട്ടിക്കളയും. നമുക്കറിയാം താജ്മഹൽ ഇപ്പോഴും ഒരു ചോർച്ചയുണ്ട്. ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എവിടെയാണ് ഈ സംഭവം ചോരുന്നതെന്ന്. വർഷങ്ങൾ കഴിഞ്ഞു. ഉണ്ടാക്കിയവനെ രാജാവ് പരിപാടി കഴിഞ്ഞപ്പോ കൊന്നുകളഞ്ഞു. ഇനി അവൻ വേണം ഈ സംഭവത്തിന്റെ ചോർച്ച കണ്ടുപിടിക്കുന്നെങ്കിൽ. ഇവിടെയുള്ള സകല എഞ്ചിനീയർമാരും നോക്കി ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സത്യമാണോ അല്ലയോ എന്ന് ഞാൻ പോലും കണ്ടിട്ടില്ല എന്തായാലും, പക്ഷെ ഇങ്ങനെ പറയപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അന്നത്തെ രാജ രീതിയിൽ നോക്കുമ്പോ വിശ്വാസിയോ ജനമോ പടയാളിയോ അല്ലെങ്കിൽ അവന്റെ ഏതു തരത്തിലും അവന്റെ ഏതെങ്കിലും അവകാശങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് രാജാവിന്റെ ഹിതമാണ് അംഗീകരിക്കുന്നത്. രാജാവ് കൊന്നു കളയാൻ പറഞ്ഞാൽ കൊന്നു കളഞ്ഞു, അത്രേ ഉള്ളൂ. അത് ഏത് കാര്യത്തിലാണെങ്കിലും കൊന്നു കളയാൻ കൽപ്പന കൊടുത്താൽ കൊന്നു കളഞ്ഞു. ഇന്നത് പറ്റുമോ? ഇന്ന് നടക്കുമോ? ഇല്ല. നിയമം വരും. നേരെ പിറ്റേ ദിവസം പോലീസ് വന്ന് നമ്മളെ തൂക്കിയെടുക്കും. ഈ പേടി ഉള്ളതുകൊണ്ടോ കൊല്ലാത്ത. നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അവനെ നിന്നിൽ ഒരുവനായി കാണാൻ പ്രബോധനം നൽകി യേശുക്രിസ്തു അടിമത്ത സമ്പ്രദായത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ, ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് പിന്നെ നമ്മൾ ഫിലമോന്റെ ലേഖനം വായിക്കുമ്പോൾ, ഫിലമോന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം ആകെ ഒരു അധ്യായമുള്ളൂ ഫിലമോന്റെ പുസ്തകത്തില്. അതിന്റെ 16-17 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇനിയൊരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്ക് അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ നിനക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെ പോലെ അവരെയും സ്വീകരിക്കും. അതായത് യഥാർത്ഥത്തില് ഫിലമോന്റെ അടിമയാണ് ഒനേസിമോസ് എന്നൊരു വ്യക്തി. അവിടെ ഉണ്ടായിരുന്ന പൗലോസിന്റെ കൂടെ ശുശ്രൂഷയിൽ വന്ന അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്ന അവിടെയുള്ള ഒരു ജന്മിയായ അവിടുത്തെ ഒരു വലിയ പ്രമുഖനായ ഫിലമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമയാണ് ഒനേസിമോസ്. ഈ ഒനേസിമോസ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. കാരണം ഇവന്റെ പീഡനം സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന് പൗലോസിന്റെ മുമ്പിൽ വന്നു. ഒനേസിമോസിനെ പൗലോസ് തന്റെ മകനായി സ്വീകരിച്ചു. അതിനുശേഷം തിരിച്ച് ഫിലമോന്റെ അടുത്തേക്ക് ഈ ഒനേസിമോസിനെ വിടുമ്പോ ഒരു ലെറ്റർ കൊടുത്തു വിടുക, ഒരു ലേഖനം എഴുതി കൊടുത്തു വിടുക. ആ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അത് വ്യക്തമായി, ഇനി ഒരു ദാസനായിട്ടല്ല അല്ലെങ്കിൽ അടിമയായിട്ടല്ല നീ ഇവനെ സ്വീകരിക്കേണ്ടത്, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി നീ ഇവനെ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? സഹോദരനായി സ്വീകരിക്കണം. അതെങ്ങനെയൊക്കെ? ലൗകികമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോൾ കാണുന്ന ലൗകികം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു മേഖല, ഈ ലോകത്ത് എങ്ങനെയാണോ അങ്ങനെ. ഇനി ആത്മീയമായും എങ്ങനെ സ്വീകരിക്കണം? അവനെ സഹോദരനായി സ്വീകരിക്കണം. അപ്പോ പള്ളിയിൽ വരുമ്പോൾ മാത്രമാണോ സഹോദരൻ? ചർച്ചിൽ വരുമ്പോൾ മാത്രമാണ് സഹോദരൻ? പുറത്ത് വേറെ? അവൻ മാർക്കം കൂടിയവൻ, പുതുക്രിസ്ത്യാനി ഇങ്ങനെയാണോ? അവൻ 2-ാം കിടക്കാരൻ ഇങ്ങനെയാണോ? അല്ല. എല്ലാ തലത്തിലും അവനെ സഹോദരനായി സ്വീകരിക്കണം. ലൗകികമായും ക്രിസ്തുവിലും, അതാ പറഞ്ഞ സ്പിരിച്വലി, അതുപോലെ
ഫിസിക്കലി, എല്ലാ രീതിയിലും അവനെ സഹോദരനായി സ്വീകരിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിമത്ത സമ്പ്രദായത്തെ പൂർണ്ണമായി എടുത്തു മാറ്റി പകരം സഹോദരങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യാ പ്രവചനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ ദൈവവചനം ഇതിനെ കുറിച്ചൊരു വലിയ പ്രവചനം തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ യെശയ്യായിലൂടെ നടത്തിയിരിക്കുക. യെശയ്യാ അതിന്റെ 11-ാം അധ്യായം 6, 7, 8 വാക്യം വായിക്കാം. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. ഇത് നടക്കുന്ന കാര്യമാണ്. ഇവിടെ വചനം പറയുകയാണ്, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും, പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും ഒരുമിച്ച് കിടക്കും. ഇത് നടക്കുന്ന കാര്യമാണോ? നടക്കുമോ? കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കൂല്ലേ? ഇതിന്റെ ഭക്ഷണമാണല്ലോ ഈ പറയുന്ന എല്ലാ ഭക്ഷണ. ചെന്നായി എന്തിനാ കഴിക്കുന്നേ? ആട്ടിൻകുട്ടിയെ കിട്ടി വിടുവോ? 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം കുറച്ച് നേരം കഴിയുമ്പോൾ എല്ല് മാത്രം ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഉണ്ടാകത്തില്ല. തൊട്ടടുത്ത് പറയാണ്, പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും ഒരുമിച്ച് കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും, ഒരു ശിശു അവയെ നയിക്കും, പശുവും കരടിയും ഒരിടത്ത് മേയും, അവരുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹവും കാളയെ പോലെ, ആ വാക്യം വായിച്ചേ, സിംഹം കാളയെ പോലെ, സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും. അടിപൊളി, നല്ല രസം ഉണ്ടാവില്ലേ? ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, സിംഹം കാളയെ പോലെ വൈക്കോല് തിന്നുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിലെ സിംഹമൊക്കെ, നിങ്ങളിവിടെ ഇവിടെ സൂ ഉണ്ടല്ലോ അല്ലേ? സൂവിൽ സിംഹത്തെ കണ്ടിട്ടില്ലേ? സിംഹം ഇറച്ചി ഇങ്ങനെ കടിച്ച് തിന്നുന്ന സംഭവത്ത് വൈക്കോൽ എടുത്തിട്ട് കഴിച്ചു പിടിച്ച് തിന്നുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദുരന്തമല്ലേ? ഇത് സംഭവിക്കില്ലേ? ഇത് പ്രവചനമാണ്. ഈ പ്രവചനം സംഭവിക്കുമോ? യെശയ്യാ പ്രവചനം 11-ന്റെ 1-ാം വാക്യം വായിച്ചാൽ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുകൂടെ നമുക്കത് കാണാൻ പറ്റും. വായിച്ചോ. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, ജെസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി, അവന്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടി പുറപ്പെടും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടാകും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് അവന്റെ മേൽ വരും. അവന്റെ ഭരണം അനുഗ്രഹമായിരിക്കും, അവന്റെ വിശുദ്ധീകരണം അതുപോലെ ആയിരിക്കും. അപ്പോൾ സിംഹം വൈക്കോല് തിന്നുന്ന അവസ്ഥയിലേക്ക് മാറും. തികച്ചും വെജിറ്റേറിയൻ ആയിട്ട് പുറകോട്ട് അവൻ സഞ്ചരിക്കാൻ തുടങ്ങും. സിംഹവും ഈ പുലിയും ഈ പറയുന്ന സകലതും, കൊലപാതകം, തിന്മ എല്ലാം മറന്ന് അവൻ പുറകോട്ട് തിരിച്ചു പോകും. എപ്പോ? യേശു ക്രിസ്തുവിന്റെ ഭരണകാലത്ത്. ക്രിസ്തുവിന്റെ പൂർണ്ണത, അവന്റെ സ്നേഹം എത്രത്തോളം ഈ ഭൂമിയിൽ വന്നോ ആ സ്നേഹത്തിന്റെ പെരുപ്പത്തിൽ ജെസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പുറപ്പെടും. ആരെ കുറിച്ചുള്ള പ്രവചനം? യേശുവിനെ കുറിച്ചുള്ള പ്രവചനം. ജെസ്സ എന്ന് പറഞ്ഞാൽ ആരാണ്? ദാവീദിന്റെ അപ്പനാണ്. ദാവീദിന്റെ കുറ്റിയിൽ നിന്നും, എന്നുവെച്ചാൽ യൂദാ ഗോത്രത്തിൽ നിന്നും ഒരുവൻ വരും. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരും. ആ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവൻ അവൻ കാൽവരിയിൽ ക്രൂശിതനാകും. ആ ക്രൂശിച്ച് കഴിയുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത അവൻ കാൽവരി ക്രൂശിൽ, ആ കുരിശിൽ പ്രകടമാക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നും ഇതാ വരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, തിന്മ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കപ്പെടും. തിന്മ ഇല്ലാതെയാകും. പകരം സ്നേഹം മാത്രമായി പരസ്പരം സ്നേഹിക്കുന്ന രീതിയിൽ സിംഹം ആട്ടിൻകുട്ടിയെ സ്നേഹിക്കുന്ന, പുള്ളിപ്പുലി ആടിനോടുകൂടെ ഒരുമിച്ച് വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്ന ഒരു പ്രവചനത്തെ കുറിച്ച് ദൈവവചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായം 44, 45 വാക്യം. ഇതിന്റെ അതേ സംഭവം തന്നെ, അതിന്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ പൂർണ്ണതയല്ല, പക്ഷെ അതിന്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ, ഒരു ചെറിയ റിപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:44, 45. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും, അതായത് ക്രിസ്തീയ സമൂഹത്തിലേക്ക് വിശ്വാസം കടന്നു വന്ന ആദ്യത്തെ പ്രവൃത്തിയെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2 എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിന്റെ പ്രോട്ടോ, അതായത് കൊച്ചു കാലം, ചെറുപ്പം, കൊച്ചു നടന്നു വരിക. ക്രിസ്ത്യാനിറ്റി ഏറ്റവും ചെറുപ്പകാലം, ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വാസം സ്വീകരിച്ച് ജനം വന്നു കഴിഞ്ഞപ്പോ അവരിൽ ഉണ്ടായിരുന്ന, ഇപ്പൊ ഉള്ളതല്ലോ, 2025 കാര്യമല്ല പറയുന്നത്, അന്നത്തെ കാര്യം പറഞ്ഞു. വായിച്ചോ. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായി. ഇന്ന് വിശ്വസിച്ചവരല്ല ഈ സമൂഹമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ആണല്ലേ? അപ്പൊ വിശ്വസിച്ചവർ ഒറ്റ സമൂഹമായി നമ്മൾ വന്നു. ഇനിയുള്ള ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണേ. അവർ ഒറ്റ സമൂഹമായി വന്നു. തങ്ങൾക്കുണ്ടായിരുന്നവയെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. തങ്ങൾക്കുണ്ടായിരുന്നവയെല്ലാം
പൊതുവായി കരുതുകയും ചെയ്തു. നമ്മൾ അങ്ങനെയാണോ? ഇതെന്റെ, അത് നിന്റെ, അല്ലേ? അത് നിന്റെ, ഇത് എന്റെ. നമ്മുടെ വീടിനൊക്കെ മതില് കെട്ടും. എന്താണ് ഉദ്ദേശിക്കുന്നത്? അനധികൃതമായി ആരും ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കേണ്ട, ഇത് എന്റെയാണ്. അവൻ ക്രിസ്ത്യാനിയാണ്, വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമായി കാണണം, ഒറ്റയായിട്ട് അവന്റെയും എന്റെയും ഒന്നുമില്ല, ഇത് നമ്മുടെ എന്ന് കരുതണം എന്ന് വിചാരിച്ച് ഒരുമിച്ച് അങ്ങനെ പറ്റുമോ? നടക്കുമോ? വിശ്വാസ സമൂഹത്തിന്റെ ആദ്യത്തെ തലം എങ്ങനെയായിരുന്നു? അവർ ഒന്നായി കരുതുകയും തങ്ങൾക്കുണ്ടായതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തു. എല്ലാവരും ഒരുപോലെ കാണാൻ തുടങ്ങി. ഒറ്റ കുടുംബം, ഒറ്റ സമൂഹം, ഒരു ദൈവം, ഒരു ജനത, ഒരേ ആത്മാവ് വസിക്കുന്ന ഏദൻ തോട്ടത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വിശ്വാസ സമൂഹം പോയി. എവിടേക്ക് തിരിച്ചുപോയി? ഏദൻ തോട്ടം എങ്ങനെയായിരുന്നോ അതിലേക്ക് വിശ്വാസ സമൂഹത്തെ ദൈവം മാറ്റി. നമ്മൾ വിചാരിക്കും ഇത് എല്ലാ കാലവും നടക്കാനുള്ളതാ, നിങ്ങൾ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ബ്രദർ എന്താ പറഞ്ഞു വരുന്നേ, ആകെ 5 സെന്റ് സ്ഥലമുള്ളൂ, അതും കൂടി വിറ്റ് ജീസസ് മിഷനിലേക്ക് തരണം എന്നാണോ പറയുന്നത്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരിക്കലുമല്ല. വിൽക്കുകയും വേണ്ട, അത് ഇവിടെ കൊണ്ടുവരികയും വേണ്ട, നമുക്കത് വേണ്ട. അത് നിങ്ങൾ ആ മതിൽ കെട്ടി തന്നെ സൂക്ഷിച്ചോ, ഒരു പ്രശ്നമില്ല. ഇവിടേക്ക് ഒന്നും വേണ്ട, ഒരു പണം നമുക്ക് വേണ്ട. പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ദൈവം വരാനിരിക്കുന്ന കാര്യത്തിന്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം ദൈവസഭയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എങ്ങനെയായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്? യെശയ്യാ പ്രവചനം 11:6, 7, 8 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോ അവിടെ വസിക്കുന്ന, അതായത് സിംഹവും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കുമെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ വിശ്വസിക്കണം. കാരണം ശത്രുവായിരുന്നവർ, പല ഗോത്രത്തിലായിരുന്നവർ വിശ്വസിച്ചപ്പോ ഒരു സമൂഹമായി, ഒറ്റ ജനതയായി കരുതി തങ്ങൾക്കുണ്ടായത് എല്ലാം വിറ്റ് അവരൊരുമിച്ച് കഴിഞ്ഞു. അനന്യാസും സഫീറയും വിറ്റില്ലേ? പറ്റിച്ചു. ശരിയാ, പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു. പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചതിന് കിട്ടിയ ശിക്ഷയെ നമുക്കറിയാം. എന്ത് കരുതി? അങ്ങനെ ശിക്ഷിക്കുന്നു കരുതിയിട്ട് നിങ്ങൾ ആരും കൂടെ കൊണ്ട് തരണം എന്നല്ല പറഞ്ഞേ, തെറ്റിദ്ധരിക്കരുത്. ഇനി അങ്ങനെ ഞാൻ വചനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ആഴ്ച FB പോസ്റ്റ് വരാൻ പോകുന്നത്. നമ്മൾ തിരിച്ചറിയുക, അതായത് ദൈവം എന്താണോ അവന്റെ ഹൃദയത്തിലുള്ള ചിന്ത, എവിടേക്കാണോ ദൈവം നമ്മളെ മാറ്റാൻ പോകുന്നത്, എവിടെയാണോ ദൈവം നമ്മളെ എത്തിക്കാൻ പോകുന്നത് എന്ന് ദൈവം ആദിമസഭയിൽ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. പക്ഷെ അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മാറി. നമ്മൾ വിചാരിക്കുന്ന അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ കാര്യം മാറി. അല്ലാതെ അപ്പസ്തോലന്മാരുടെ കാലം മുഴുവൻ അവരെല്ലാം സ്വത്ത് ഒരുമിച്ച് കരുതി, ഒരുമിച്ചായിട്ട് കൂട്ടി സൂക്ഷിച്ചു, എല്ലാവരും പണവും പറമ്പൊക്കെ വിറ്റ് കാശ് കൊണ്ടുവന്ന അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു ഒരുമിച്ച് കരുതി എന്നാണോ? അല്ല. പൗലോസിന്റെ കാലത്തിലേക്ക് വരുമ്പോ നമ്മളവിടെ കാണുന്നുണ്ട് ദശാംശം. ജെറുസലേമിലേക്കുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം അവർ സ്വീകരിച്ചു എന്നവിടെ കാണുന്നുണ്ട്, ഇല്ലേ? വായിച്ചിട്ടില്ലേ? സാബത്ത് ദിവസം ജെറുസലേമിലുള്ള ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ദശാംശ തുക അവർ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വത്ത് മുഴുവൻ ഒന്നായി കരുതിയെങ്കിൽ പിന്നെ ദശാംശം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? അവർക്കുള്ള സഹായം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വത്ത് മുഴുവൻ ഒന്നല്ലേ, ഒന്നായി കരുതാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല, അപ്പസ്തോലന്മാരുടെ കാലത്തിൽ തന്നെ അതിന് മാറ്റം വന്നു ആ ഒരു രീതിക്ക്. പക്ഷേ ദൈവം കാണിച്ചു തരികയാണ്, ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോ അവന്റെ ഹൃദയത്തിലെ ചിന്ത, വിശുദ്ധി, സ്നേഹം എന്തായിരുന്നോ അതിലേക്ക് ദൈവജനം വരും. അതിലേക്കാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നൊരു കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇതിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞേ, അതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം നമുക്ക് നടക്കാം. മത്തായി 5:1 മുതൽ ഒന്ന് വായിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ ഈ അധ്യായത്തിന്റെ അടുത്തതിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം. നിയമത്തിനെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, അസാധുവാക്കാനല്ല, പൂർത്തീകരിപ്പാനാണ് ഞാൻ വന്നത്. എന്ത് ചെയ്യാനാണ്? അത് പൂർത്തീകരിക്കുക. അസാധുവാക്കുകയും പൂർത്തീകരിക്കുകയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒന്നിനെ അസാധുവാക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റി മറ്റൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്നാൽ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ കുറച്ചുകൂടി, ഇപ്പൊ ഒരു ഗ്ലാസ്, നിങ്ങളൊരു ഗ്ലാസ്സിൽ ഒരു ജ്യൂസ് വാങ്ങുകയാണെന്ന് നോക്കിയാ, ഒരു ജ്യൂസിന് ഇപ്പൊ എത്ര രൂപ? 40 രൂപ, 30 രൂപ, എത്രയെങ്കിലും ആവട്ടെ. ആ ജ്യൂസ് കടക്കാരൻ പകുതി ജ്യൂസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? അപ്പൊ നമ്മൾ പറയും, ചേട്ടാ കാശ് അങ്ങനെ എണ്ണി തരുന്നതല്ലേ, ഗ്ലാസ് നിറച്ചിങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയും.
നിറച്ചിട്ട് തരാൻ പറയും. അപ്പൊ ആ ചേട്ടൻ വീണ്ടും അത് വാങ്ങി അത് നിറച്ച്, 2 ക്യാരറ്റ് ആണെങ്കിൽ 2 ക്യാരറ്റ്, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, അതുകൂടി അടിച്ച ഗ്ലാസ് നിറച്ചു തരും. അപ്പൊ ആദ്യം കിട്ടിയ ഗ്ലാസ് എന്തായിരുന്നു? പഴയ നിയമത്തിന്റെ ഒരു തലമാണ്. അതായത് ആ നിയമം പൂർണ്ണമാണോ? അല്ല, അവിടെ എന്തോ പൂർണ്ണമാകാനുണ്ട്. എന്നാൽ അത് മാറ്റുന്നുണ്ടോ? ആ ചേട്ടൻ ആ ജ്യൂസ് മൊത്തം കളഞ്ഞിട്ട് വീണ്ടും ഒരു ജ്യൂസ് കൂടി മുഴുവൻ അടിച്ചു തരുമോ? ഇല്ല. അതേ ഗ്ലാസ്സിൽ തന്നെ കുറച്ചുകൂടി ഇട്ട് തരും. അല്ല, അങ്ങനെ ചെയ്യാം. ഒരു ചായ എടുത്തു, നല്ലൊരു ചായ എടുത്തു. ചായ കിട്ടി കഴിയുമ്പോൾ നമ്മൾ പറയും, ചേട്ടാ മധുരം ഇല്ലല്ലോ, മധുരം കുറവുള്ളൂ. ഞാൻ വിത്തൗട്ട് അല്ല പറഞ്ഞേ, മധുരം ഉള്ളത് പറഞ്ഞേ. ആ ചേട്ടൻ ആ ചായ കളഞ്ഞിട്ട് പുതിയ ചായ എടുത്തു തരുമോ? അത് അതിനകത്തേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കലക്കി തരുമോ? ഇത്തിരി പഞ്ചസാര കലക്കി തരും, മോനെ കഴിച്ചോളാൻ പറയും. അപ്പൊ എന്തായി? അത് പൂർത്തിയായി. അതിനാണ് നമ്മൾ ചായ എന്ന് വിളിക്കുന്നത്. മറ്റേതിനെ കൂളം ചായ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ, അല്ലെ? മധുരമില്ലാത്ത എന്തോ ഒരു സാധനം, പാലും വെള്ളം കലക്കിയ എന്തോ ഒരു സാധനം എന്ന് പറയും. മറ്റേത് നമുക്ക് ചായ എന്ന് പറയാം കൃത്യമായിട്ട്. അപ്പൊ പൂർത്തീകരിച്ചു. കർത്താവ് പറഞ്ഞു, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഞാൻ വള്ളിയോ പുള്ളിയോ മാറ്റുന്നില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അതിനെ പൂർത്തീകരിക്കും. എന്ന് വെച്ചാൽ കൊല്ലരുത് എന്ന് പറഞ്ഞ നിയമത്തെ ദൈവം മാറ്റുന്നുണ്ടോ? ഇല്ല. പകരം അതിനെ പൂർത്തീകരിക്കുക. അതാണ് ദൈവവചനത്തില് 21-ാം വാക്യം, 5:21 വായിച്ചോ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ദൈവവചനം വ്യക്തമായിട്ട് പറയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ, ഞാൻ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയായി മാറ്റപ്പെട്ടുവെങ്കിൽ, കർത്താവ് പറഞ്ഞതുപോലെ നീ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയ കഥയല്ല പറയുന്നത്, മുഴുകൽ സ്നാനം നടത്തി. ഞാൻ കത്തോലിക്കര് തളിക്കുന്ന പോലെ തളിക്കുകയല്ല, ഞങ്ങൾ മുഴുകൽ സ്നാനം നടത്തി രക്ഷിക്കപ്പെട്ടവരാ. സ്വഭാവം കാണുമ്പോൾ അറിയാം നീയൊക്കെ രക്ഷിക്കപ്പെട്ടതാണ്. വീണ്ടും ജനിച്ചവനാണെങ്കിൽ അവരുടെ സ്വഭാവം ഇതായിരിക്കണം. എങ്ങനെ? സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ എനിക്ക് എന്റെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവനും പുതുജീവൻ പ്രാപിച്ചവനുമാണ്. അവന്റെ പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യൻ വന്നു. ഇത് ദൈവം മോശയിലൂടെ കൊടുത്തതാണോ അതോ യേശു ക്രിസ്തു ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ കിടക്കുന്ന നിക്കദേമോസ് എന്ന് പറയുന്ന വ്യക്തിയോട് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കുന്നത് പോലെ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, അല്ല അങ്ങനെയല്ലേ പറഞ്ഞേ? കാരണം നീ വീണ്ടും ജനിക്കണം. എങ്ങനെ? നീ ആദത്തെ പോലെ ആകണം. ഞാൻ ആദത്തെ എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ നീ ആകണം. നീ വീണ്ടും ജനിക്കണം. നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റണം. അവൻ നിന്നെ ഒരു കരണം തടിച്ചാൽ മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്നേഹത്തിലേക്ക് നീ വളരണം, നീ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് നീ ആരായി മാറുന്നുള്ളൂ? ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവനായി മാറത്തുള്ളൂ. അതേ കൽപ്പനയെ തന്നെ കർത്താവ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കം ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മളൊരു ചിത്രം വരച്ചു, കറക്ഷൻ എല്ലാവരും പറഞ്ഞു. മാറ്റി വരയ്ക്കാൻ പറഞ്ഞിട്ട് ആർക്കെങ്കിലും മാറ്റി വരയ്ക്കാൻ പറ്റുമോ? ആരും മാറ്റി വരച്ചില്ല. മാറ്റി വരയ്ക്കണമെങ്കിൽ അത് ഒരുത്തനെ പറ്റത്തുള്ളൂ. അതാർക്കാ? വരച്ചവന് തന്നെ പറ്റത്തുള്ളൂ. അതായത് നിന്നെ മാറ്റണമെങ്കിൽ അത് സൃഷ്ടാവിനെ പറ്റത്തുള്ളൂ. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ പറ്റത്തുള്ളൂ നിന്നെ പഴയ മനുഷ്യനാക്കി അല്ലെങ്കിൽ പുതിയ മനുഷ്യനാക്കി മാറ്റുക. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞത് തെറ്റും. പഴയ മനുഷ്യൻ ഞാൻ ഉദ്ദേശിച്ചത് ആദത്തെ പോലെ, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പോലെ നിന്നെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല. ഹൃദയ കാഠിന്യ നിമിത്തം ദൈവം എന്ത് ചെയ്യുക? അത് വളരെ ചുരുങ്ങിയ രീതിയിൽ ഓരോ തലത്തേക്കൂടെ ആദ്യം അടിമയ്ക്ക് വേണ്ട അവകാശത്തെ കൊടുത്തു. അതിനുശേഷം പുതിയ നിയമത്തിൽ വരുമ്പോൾ അടിമത്ത വ്യവസ്ഥയെ പൂർണ്ണമായി എടുത്തു മാറ്റി. ആദ്യം ഹൃദയകാഠിന്യ നിമിത്തം 2, 3, 4 വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ അത് അങ്ങനെയല്ല. ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു പുരുഷന് ഒരൊറ്റ ഭാര്യ മാത്രം, മറ്റുള്ളത് ശരിയല്ല എന്ന് യേശു പഠിപ്പിച്ചു. അതുപോലെ തന്നെ കൊല്ലരുത് എന്ന് ആദ്യം കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ കൊല്ലരുത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ പൂർവികരോട് പറഞ്ഞതല്ല പൂർത്തീകരണം. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുക പോലും ചെയ്യരുത്. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും 27-ാം വാക്യം, 5:27 എന്ന് വായിച്ചേ. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കൃത്യമായിട്ടുള്ള കൽപ്പന എത്രാമത്തെ കൽപ്പനയാണ്? 6-ാമത്തെ കൽപ്പന അല്ലെ? വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ
ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ നിന്റെ കണ്ണുകൊണ്ട് നീ ആസക്തിയോടെ നോക്കിയാൽ നീ അപ്പോൾ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നീ ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പൊ കട്ടി കൂടുതൽ ഏതാ? പുതിയ നിയമം അല്ലെ? പഴയ നിയമത്തെക്കാൾ കട്ടി കൂടിയത് പുതിയ നിയമം. അപ്പൊ അതിന് ഒരു ചെറിയ പെട്ടെന്ന് ഓർത്ത ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു, പ്രതിമകളെ, വിഗ്രഹത്തെ ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. പുതിയ നിയമം വരുമ്പോ കട്ടി കൂടുകയാണല്ലോ ചെയ്തത് അല്ലെ? അപ്പൊ ഉണ്ടാക്കാമോ ഉണ്ടാക്കാതിരിക്കണോ? എന്താ വേണ്ടേ? കട്ടി കൂടിയേക്ക, കുറച്ചല്ല. ഞങ്ങളപ്പോ സ്വരൂപത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ശരിക്കോ? നടക്കുവോ? നടക്കത്തില്ല. അതിനേക്കാൾ കട്ടി ഇപ്പുറത്താണേ. അതായത് പുതിയ നിയമത്തിൽ വിഗ്രഹത്തെ കുറിച്ച്, പഴയ നിയമത്തിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചാലേ വിഗ്രഹാരാധനയാകുന്നത്. പുതിയ നിയമത്തിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിച്ചാലാണോ? അല്ല. ദൈവത്തെക്കാൾ അധികമായി നീ എന്തിനു നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ അതെന്താണ്? വിഗ്രഹാരാധനയാണ്. കട്ടി കൂടി. നീ പണത്തിന് കൂടുതൽ മൂല്യം കൊടുത്താൽ അതെന്താണ്? വിഗ്രഹാരാധനയാണ്. ദൈവത്തെക്കാൾ അധികമായി നീ മാതാവിന് പ്രാധാന്യം കൊടുത്താൽ അതെന്താണ്? വിഗ്രഹാരാധനയാണ്. ദൈവത്തെക്കാൾ അധികമായി നീ എന്ത് ചെയ്താലും അതെല്ലാം വിഗ്രഹാരാധനയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നീ എന്തിനു കൊടുത്തോ അത് വിഗ്രഹാരാധനയാണ്. അപ്പൊ വിഗ്രഹം ഉണ്ടാക്കി വെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ശക്തമായ നിയമമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യുന്നുള്ളത്. ഒരു മിസ് കോൾ പോലും കൊടുക്കാൻ അവകാശമില്ലെന്ന്. വിഗ്രഹത്തെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ച്, കൊലപാതകത്തെ കുറിച്ച് എല്ലാ കൽപ്പനയും അങ്ങനെ തന്നെയാണ്. അന്യന്റെ വസ്തു മോഹിക്കരുത്, അതായിരുന്നു അവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ അന്യന്റെ വസ്തു മോഹിക്കരുത് എന്നല്ല, നേരെ തിരിച്ച് അവൻ നിന്റെ വസ്തു മോഹിക്കുന്നുവെങ്കിൽ ഒന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് കൊടുക്കാൻ. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ? നിന്റെ മേലങ്കിയെ ചോദിച്ചുവെങ്കിൽ പുറം കുപ്പായം കൂടെ അവൻ അഴിച്ചു കൊടുക്കുക. അപ്പൊ അത് കട്ടി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്തത്? മോശയോട് നൽകപ്പെട്ട സകല നിയമത്തെയും കർത്താവ് യേശുമിശിഹ അതിന്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അതിന്റെ പൂർണ്ണതയിലേക്ക്. കാരണം ദൈവത്തിന് അറിയാം ഇവനെ ഒറ്റ ദിവസം കൊണ്ട് ഇവനെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അച്ഛന്റെ ഉദാഹരണം പറഞ്ഞില്ലേ? എന്തോ മക്കളെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കെന്ന് പറഞ്ഞു. ആരെങ്കിലും വൃത്തിയാക്കിയോ? ഒരുത്തം പോലും വൃത്തിയാക്കിയില്ല. പക്ഷെ ഒരുത്തൻ ചെയ്ത് കാണിച്ചപ്പോ 5-10 മിനിറ്റില് ഞങ്ങളുടെ പള്ളിപ്പറമ്പ് ക്ലീൻ ആയിട്ട് മാറി. ഇതാ ദൈവം ചെയ്ത പ്രവൃത്തി. ദൈവത്തിന് അറിയാം ഓരോ കാര്യങ്ങളിലേക്ക്. ഇപ്പോ സഹോദരനെ നീ സ്നേഹിക്കണം, നീ മറ്റുള്ളവരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അടിമത്ത വ്യവസ്ഥ അവിടെ ഇല്ലാതെയായി, അവിടെ പൂർണ്ണമായി മാറ്റപ്പെട്ടു. അവിടെ അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെ ഒരു വാക്ക് പറയേണ്ട കാര്യമില്ല. അത് മാറിപ്പോയി. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ലാതെയായി കഴിഞ്ഞു. എല്ലാ കൽപ്പനയും ദൈവം കൊടുത്തത് അങ്ങനെ തന്നെയാണ്, യാതൊരുവിധ മാറ്റവും ഇല്ല. നമ്മൾ ഈ പറയുന്ന എല്ലാ വാക്യവും വിവാഹമോചനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ അടുത്ത് 31-ാം വാക്യം പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം. അതേ വിഷയം തന്നെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ വിഷയവും, അതായത് പഴയ നിയമത്തിലെ 10 കൽപ്പനയും അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ മത്തായി സുവിശേഷം 5, 6, 7, 8 അധ്യായങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ഇങ്ങനെയാക്കാൻ വേണ്ടിയിട്ടാണ്. ആട്ടിൻകുട്ടിയും ചെന്നായും ഒരുമിച്ച് വസിക്കുന്ന, സിംഹം പുല്ല് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷെ നമ്മളിപ്പോഴും മറ്റേ കോഴിക്കാലും കടിച്ചു വലിച്ച് എല്ലും വീക്കിയിട്ടും ഇപ്പോഴും നമ്മുടെ കലിപ്പ് തീർന്നിട്ടില്ല. ഇനി അതിൻ്റെ അകത്ത് ബാക്കിയൊന്നുമില്ല, ഇനി എല്ല് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ തന്നെ ചില ഇലയിലേക്ക് നോക്കിയിട്ട് പറയും, ഇതിപ്പോ നീ ഭക്ഷണം കഴിക്കുകയാണോ അത് ഇതിനോട് വാശി തീർക്കുകയാണോ ചെയ്തത്, എന്റെ വൈരാഗ്യം തീർക്കുകയാണോ ചെയ്തത് എന്ന് ചോദിക്കും. അതുപോലെ എല്ല് കടിച്ച് ചവച്ച് ഇനി അതിനകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ സ്വഭാവം. എപ്പോഴും ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട്. ഇനി യേശു ഇത് നമുക്ക് കാണിച്ചു തന്നു, ഈ സ്നേഹം കാണിച്ചു തന്നോ? സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തിന്റെ പൂർണ്ണത കർത്താവ് നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നു. എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കേണ്ടത്, പരസ്പരം ആശ്രയിക്കേണ്ടത്, പരസ്പരം ജീവിക്കേണ്ടത്, ഒരു സമൂഹമായി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് കർത്താവ് നമ്മളെ കാണിച്ചു തന്നു. അവന്റെ ആണിപ്പഴുതുകളിലേക്ക് അവന്റെ കൈകൾ വലിച്ചൊഴിക്കുമ്പോ അവൻ ഒരു വാക്കുപോലും മറുത്തു പറഞ്ഞില്ല. ചീത്ത പറഞ്ഞോ? എതിർത്ത് പറഞ്ഞോ? ഇല്ല. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്.
ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പാപം ചെയ്ത് പാപത്തെ മുഴുവൻ നമ്മൾ ഉപേക്ഷിച്ചപ്പോഴാണോ ദൈവം നമ്മളെ ഏറ്റെടുത്തത്? അതെ, പാപിയായിരുന്നപ്പോഴാണോ? ഞാൻ വിശുദ്ധനായപ്പോഴാണോ കർത്താവ് എന്നെ വിളിച്ചത്? ആണോ? ഞാൻ വിശുദ്ധനായപ്പോഴാണോ കർത്താവ് എന്നെ സ്നേഹിച്ചത്? അല്ല. ഞാൻ പാപിയായിരുന്നപ്പോ, പാപത്തിന്റെ പൂർണ്ണതയിൽ ഞാൻ ജീവിച്ചപ്പോ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എത്ര പേർക്ക് കഴിയും മറ്റുള്ളവരുടെ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കാൻ? നമുക്ക് പറ്റുമോ? നമുക്കെതിരെ പറയുന്നവരോട്, നമുക്കെതിരെ പഴിവാക്കുകൾ, ദുഷ്ടത പറയുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും? ഞാൻ പറയുന്ന ആ വ്യക്തികളെ നിങ്ങൾ സഹോദരനായിട്ട് കാണുക, ക്രിസ്തുവിന്റെ ദാസനായിട്ട് തന്നെ കാണുക. അവരുടെ പാപത്തെ നമുക്ക് വെറുക്കാം, പാപപ്രവൃത്തിയിൽ നമുക്ക് കൈകോർക്കാൻ പറ്റത്തില്ല, അതിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ ആ പാപിയെ നമുക്ക് സ്നേഹിക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവനെ വെറുക്കാൻ ദൈവവചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. അത് എത്ര കഠിനമായ പാപം ചെയ്തവനാകട്ടെ, നമ്മളെ കുറിച്ച് എന്ത് അപവാദം പറഞ്ഞവനായിക്കൊള്ളട്ടെ, എന്ത് തിന്മ നമുക്കെതിരെ കണക്ക് കൂട്ടി എന്തൊക്കെ ചെയ്തു കൂട്ടിയവനാകട്ടെ, അവരോടും നമുക്ക് ചെയ്യാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ആദത്തിന്റെ പാപം ചെയ്തതിന് മുൻപേ ഉള്ള സ്വഭാവം മാത്രമേ നമ്മളിലേക്ക് വരാൻ പാടുള്ളൂ. അവനെ സ്നേഹിക്കുക എന്നല്ലാതെ പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ.